കോഴിക്കോട് മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടിഞ്ഞ് കൊല്ലപ്പെട്ടത് 3 പേരാണ്. മരിച്ച അമ്മുക്കുട്ടിക്ക് 70 വയസ്സാണ് പ്രായം. ലീലയ്ക്ക് 65 വയസ്സാണ്. ലീല ആന ചവിട്ടി കൊന്നാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാവുന്നത്. വയോധികരാണ്. യാതൊരു മാനദണ്ഡവും പാലിക്കാതെ നാട്ടാന പരിപാലന ചട്ടത്തിന് നഗ്നമായ ലംഘനമുണ്ടായെന്നാണ് വനം വകുപ്പിന്റെ റിപ്പോർട്ട്. മണക്കുളങ്ങര ദുരന്തം ഒറ്റപ്പെട്ടതല്ല. തൊട്ടു മുൻപ് പുതിയങ്ങാട് നേർച്ചക്കടയിലും ആനയിടഞ്ഞു, ജീവഹാനി ഉണ്ടായി. പോയ 5 വർഷം ഈ നാട്ടാനയിടഞ്ഞു മരിച്ച ആളുകളുടെ എണ്ണം ഞെട്ടിക്കുന്നതാണ്. ഗുരുതരമായി പരിക്കേറ്റവരുടെ എണ്ണം അതിലും ഭീകരമാണ്. ഉത്സവ സീസൺ തുടങ്ങാനിരിക്കുമ്പോൾ ഇനിയും ആനയുടെ കാൽക്കീഴിൽ അല്ലെങ്കിൽ തിക്കിലും തിരക്കിലും നിസ്സഹായ മനുഷ്യരെ ബലി കൊടുക്കാതിരിക്കാൻ, മരിക്കാതിരിക്കാൻ, കുടുംബങ്ങൾ അനാഥമാകാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ്? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. കാട്ടിലും ഭീതി, നാട്ടിലും ഭീതിയോ? ആനയുടെ സംഘം ഭാരവാഹി അഡ്വക്കേറ്റ് രാജേഷ് പല്ലാട്ട്, ശ്രീ CR നീലകണ്ഠൻ, ശ്രീ VK വെങ്കടാചലം, ശ്രീ RV ബാബു, ശ്രീ രാഹുൽ ഈശ്വർ എന്നിവർ ചർച്ചയിൽ. ഞാൻ ചർച്ചയിലേക്ക് വരും മുൻപ് അതിൻ്റെ മറ്റൊരു ആംഗിളിൽ നിന്നുള്ള നമ്മൾ ഇന്ന് രാവിലെ പ്രേക്ഷകരെ കാണിച്ച ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണാം. ആ ദൃശ്യങ്ങൾ കണ്ടാൽ എന്താണ് അവിടെ ഉണ്ടായത് എന്ന് കുറച്ചുകൂടി പ്രേക്ഷകർക്ക് വ്യക്തതയുണ്ടാകും. ഒരുപാട് നീണ്ടതല്ല, എങ്കിലും ഒന്ന് കാണണം. രാജേഷ് പല്ലാട്ട്, ഇവിടെ ഈ ആന ഈ വലിയ ശബ്ദങ്ങൾ കേൾക്കാൻ കെൽപ്പില്ലാത്തൊരു പാവം ജീവിയാണ്. അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന കരിമരുന്ന് പ്രയോഗം ഉണ്ടാകുകയാണെങ്കിൽ ദൂരപരിധി വേണമെന്ന് തോന്നുന്നു. ഇതൊരു ദൂരപരിധി പാലിക്കാതെ എത്രയോ മിനിറ്റുകൾ നീളുന്ന വലിയ, അതിനു മുമ്പ് കുഞ്ഞുങ്ങളൊക്കെ കരയുന്നുണ്ട്, കുഞ്ഞുങ്ങൾ ചേവൂത്ത് നിൽക്കുന്നുണ്ട്. വലിയ ശബ്ദത്തിൽ വലിയ സ്ഫോടക വസ്തുക്കൾ പൊട്ടിക്കുന്ന രീതിയിലുള്ള പടക്കം പൊട്ടിക്കൽ ആനയുടെ ചെവിക്ക് കീഴെ നടക്കുകയാണ്. ഈ 3 മരണത്തിന് ആ ക്ഷേത്ര ട്രസ്റ്റിയും ആനയുടെ അടക്കമുള്ളവർ ഉത്തരവാദികളല്ലേ ശ്രീ രാജേഷ് പല്ലാട്ട്? അപകടം ഉണ്ടായത് ദാരുണമാണ്. മരിച്ചവർക്ക് സത്യത്തിൽ നമുക്ക് അതീവമായ ദുഃഖവും സങ്കടവുമുണ്ട്. കാരണം ആനകൾ ക്ഷേത്രത്തിലെത്തുന്നത് ആ ക്ഷേത്രത്തിലെ ആചാരത്തിൻ്റെ ഭാഗമായി, അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി വർഷങ്ങളായി നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു എഴുന്നള്ളത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ആ ക്ഷേത്രത്തിലെത്തിയത്. അതിന് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ട ബാധ്യത ക്ഷേത്ര കമ്മിറ്റികൾക്കും അതിൻ്റെ ഭാരവാഹികൾക്കുമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആനകൾ എത്തുകയും അതിനോടനുബന്ധിച്ച് ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെത്തുകയും ആന എഴുന്നള്ളത്ത് ആസ്വദിക്കുന്നതിന് ആനപ്രേമികൾ എത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അതുപോലെ തന്നെയാണ് അവിടെ കരിമരുന്ന് പ്രയോഗവും നമ്മൾ കണ്ടു. ആ കരിമരുന്ന് പ്രയോഗവും ആനകൾ നിൽക്കുന്ന സ്ഥലവും തമ്മിൽ ഉണ്ടാവേണ്ട നിയമപരമായി പാലിക്കേണ്ട ദൂരപരിധി പാലിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കേണ്ട ബാധ്യത സർക്കാരിൻ്റെ ഭാഗത്തുമാണ്. പാലിച്ചിട്ടില്ല, ആ ദൂരപരിധി പാലിച്ചിട്ടില്ല എന്നാണ് വനം വകുപ്പിന്റെ റിപ്പോർട്ട്. ആനയ്ക്ക് കാലിൽ ചങ്ങലയിടണം എന്നുള്ള ബേസിക് കാര്യം പോലും പാലിച്ചിട്ടില്ല എന്നാണ് വനം വകുപ്പിന്റെ റിപ്പോർട്ട്. മാത്രമല്ല അതിലൊരു ആന നേരത്തെ പ്രശ്നക്കാരനായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. നോക്കൂ ശ്രീ രാജേഷ് പല്ലാട്ട്, മരിച്ചത് വയോധികരായ 2 സ്ത്രീകളാണ്. നേരെ ചെവി ആന ഒന്നിടഞ്ഞാൽ ഓടി രക്ഷപ്പെടാൻ പോലും പ്രാപ്തിയില്ലാത്ത 2 താങ്കൾ നേരത്തെ പറയുന്നത് പോലെ ആനയും പൂരവും ഉത്സവമൊക്കെ കാണാനുള്ള കൗതുകത്തിന് വന്നിരിക്കുന്ന പാവം സാധു മനുഷ്യരാണ്. ആ സാധു മനുഷ്യരുടെ കൊല്ലാക്കല കൊടുക്കലിന് ഈ ക്ഷേത്ര ട്രസ്റ്റ് ഉത്തരവാദികളല്ല എന്നാണ് അങ്ങ് പറയുന്നത്. ഈ ആനയുടെ ഉടമകൾ ഉത്തരവാദികളല്ല എന്നാണ് അങ്ങ് പറയുന്നത്.
അല്ല എന്ന് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ആ അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തേണ്ട ബാധ്യത ആ ക്ഷേത്ര ട്രസ്റ്റിനായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഉത്തരവാദി ആര് എന്നുള്ളത് അന്ന് അന്വേഷണ മധ്യത്തിൽ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഇന്നലെയുണ്ടായ സംഭവത്തിന് ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ ചർച്ച ചെയ്ത് ഇന്നവരാണ് കുറ്റക്കാരെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നൊരു കാര്യമില്ല. പിന്നെ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഒന്ന്, ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ എത്തുന്ന പ്രായമായ സ്ത്രീകൾ അല്ലെങ്കിൽ പ്രായമായ ആളുകൾക്ക് ക്ഷേത്രത്തിൻ്റെ ഉത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആന എഴുന്നള്ളത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് നിൽക്കുമ്പോൾ അവർക്ക് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ട ഒരു ബാധ്യത ആ ക്ഷേത്ര കമ്മിറ്റിക്കുണ്ട്, ഒരു സംശയവുമില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ വെടിക്കെട്ട് എന്ന ആ സംഭവം അവിടെ നടക്കുമ്പോൾ അതും ആനയും തമ്മിലുള്ള ദൂരപരിധി ലംഘിച്ചിട്ടുണ്ടെങ്കിൽ, നിയമപരമായിട്ടുള്ള ദൂരപരിധി ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, അതിൻ്റെ ദൂരപരിധി ലംഘിച്ചവരാരാണോ, അതിന് കൂട്ടുനിന്നവരാരാണോ, അതിനുള്ള സാഹചര്യം ഒരുക്കിയവരാരാണോ അവരൊക്കെ അതിൻ്റെ ഉത്തരവാദികളാണ്, ഒരു സംശയവുമില്ല. പിന്നെ ആ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു കാര്യം ഇപ്പോൾ ചർച്ചയിൽ സൂചിപ്പിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഒരാന ഇതിനു മുമ്പ് പലതരത്തിലുള്ള അപകടങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു പക്ഷേ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ആ ആനയുടെ ഒരു 5 വർഷം മുമ്പുള്ള ഒരു ചരിത്രത്തിൽ കൂട്ടാനയുമായി ആക്രമിക്കുന്ന ഒരു സ്വഭാവം 1-2 തവണ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതൊരു സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനുശേഷം പിന്നീടുള്ള എഴുന്നള്ളത്തുകളിലോ ഉത്സവങ്ങളിലോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഒരു വിഷയമാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടാവാനുള്ള ഒരു അവസ്ഥ അവിടെ ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കേണ്ട ബാധ്യത അതിൻ്റെ നടത്തിപ്പുകാർക്കുണ്ടായിരുന്നു, ഒരു സംശയവുമില്ല കാര്യത്തിനകത്ത്. ഞാൻ അങ്ങനെ നമ്മുടെ ശ്രീ CR നീലകണ്ഠൻ, ഇവിടെ കാട്ടാന ചവിട്ടി കൊല്ലുന്ന മനുഷ്യരുടെ വിലാപം കൊണ്ട് കേരളം നിറയുകയാണ്. അതിൻ്റെ കൂടെ ഈ കഴിഞ്ഞ 5 വർഷം നമ്മൾ ഈ ഒരു അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 5 വർഷം നാട്ടാന ചവിട്ടിക്കൊന്ന മനുഷ്യർ കണക്കെടുത്താൽ തന്നെ ഞെട്ടിക്കുന്നതാണ്. കാട്ടാന ചവിട്ടിക്കൊല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു ധാർമ്മിക രോഷമോ അല്ലെങ്കിൽ ഒരു പ്രതിഷേധമോ ഈ വിഷയത്തിൽ ഉണ്ടാവാറുമില്ല. CR നീലകണ്ഠൻ, ഇവിടെ നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ചു. ഇപ്പം പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തം ഉണ്ടായി, നമ്മളപ്പോൾ പരിശോധിച്ചു, അപ്പോൾ ഏതോ ചട്ടലംഘനം ഉണ്ടായി. അത് കഴിഞ്ഞും ഉണ്ടായി വെടിക്കെട്ട് ദുരന്തങ്ങൾ, ആന ചവിട്ടിക്കൊല്ലും. അപ്പോൾ നമ്മൾ നോക്കും, അപ്പോൾ പറയും നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ചു. അതിനുശേഷം എന്താണ്, ഒരു അന്വേഷണം ഉണ്ടാകും. അതിനുശേഷം വീണ്ടും ആന അത്തരത്തിലിടയും. ഈ ക്ഷേത്ര ട്രസ്റ്റ് പറയുന്നത് വനംവകുപ്പിൻ്റെ റിപ്പോർട്ട് തള്ളുകയാണ്, അങ്ങനെ ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ ട്രസ്റ്റിലെ ഒരാൾ ചർച്ചയ്ക്ക് ഇരിക്കാൻ സമ്മതിച്ചതാണ്. ലാസ്റ്റ് മൊമെന്റിൽ ഗുരുവായൂർ ദേവസ്വം വിളിച്ചു പറഞ്ഞു ചർച്ചയ്ക്ക് പോലെ പണിയാണെന്ന് വിളിച്ചു പറഞ്ഞു, അവർ ചർച്ചയ്ക്കില്ല എന്ന് പറഞ്ഞ് പിൻവാങ്ങുകയും ചെയ്തു. CR, ഇതൊരു പരിഹാരം ഉണ്ടാവണ്ടേ? സാധു മനുഷ്യരെ അങ്ങനെ കൊലയ്ക്ക് കൊടുക്കാൻ പറ്റുമോ നമുക്ക്? CR അല്ല, ഒന്നാമത് ഈ നാട്ടാന എന്നുള്ള പ്രയോഗത്തോട് ഒരിക്കലും യോജിക്കാത്ത ഒരാളാണ് ഞാൻ. കാരണം അതൊരു തട്ടിപ്പ് പ്രയോഗം. ആനൊരു വന്യമൃഗമാണ്, അത് കാട്ടാന തന്നെയാണ്. അതിനെ നമ്മൾ വേദനിപ്പിച്ച് വളരെ നിയന്ത്രിച്ച് ഒരുപാട് ഭീഷണി ഹിംസ ഉപയോഗിച്ച് അതിനെ തൽക്കാലം മെരുക്കി നമ്മുടെ പരിധിയിൽ നിർത്തുകയാണ്. ഇവിടെ നോക്കൂ, വെടിക്കെട്ടിൻ്റെ ശബ്ദം ഒരു ആനയുടെ മെമ്മറിയിൽ അത് തോക്കിൻ്റെ ശബ്ദമാണ്. കാരണം അതാണ് ചരിത്രപരമായി ആനയ്ക്കുള്ളൊരു ബോധ്യം. വെടി ശബ്ദം കേട്ടാൽ അത് തോക്ക് വരുന്നു എന്നാണ് അത് കണക്കാക്കുക. പന്തം കൊണ്ട് ആനയെ നമ്മൾ തുരത്താറുണ്ട്. കാട്ടാനയെ തുരത്തുന്നതിന് ആദിവാസികളും കാടരികെ ജീവിക്കുന്നവർ ഉപയോഗിക്കുന്ന ഒരു സംഗതി പന്തമാണ്. പന്തം കാണിച്ചാൽ ആനയ്ക്ക് പേടിയാണ്. ഈ 2 സാധനവും അതൊന്ന്. രണ്ടാമത്, ഈ ആനപ്രേമി എന്ന് പറയുന്നത് തട്ടിപ്പ് പരിപാടി. ആനയോട് നമുക്ക് പ്രേമുണ്ടെങ്കിൽ അതിന് ഏറ്റവും സുഖകരമായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. നമുക്ക് സ്നേഹമുള്ളവർ നന്നായി ജീവിക്കണമെന്നല്ലേ നമ്മുടെ ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലേക്ക്, അതും ഇപ്പോൾ നമ്മൾ ആചാരം കഴിഞ്ഞ 5 വർഷമായി 50 വർഷമായി 100 വർഷമായി എന്നൊക്കെ പറയണു. 100 വർഷം മുമ്പുള്ള കേരളമാണോ ഇപ്പോഴുള്ളത്? ഈ ആനയുടെ ശാരീരിക അവസ്ഥ എന്താ? ഒരുപാട് നമ്മൾ ചർച്ച ചെയ്ത ഈ കാര്യം. ആനയുടെ ശാരീരിക അവസ്ഥ എന്താണ്? സാമൂഹ്യ ജീവിയാണ് ആന. സാമൂഹ്യ ജീവിയെ ആനയ്ക്ക് വേറൊരു ആനയെന്ന് പറഞ്ഞാൽ മറ്റാനയെ കണ്ടിട്ട് കാര്യമില്ല. അതിൻ്റെ ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ നിന്ന് വേറെ ആളെ വിട്ടുപോയിട്ട് നമ്മുടെ ബെന്യാമിൻ്റെ നോവലിലെ ആടുജീവിതത്തിലെ നായകൻ്റെ പോലെയാണ് ആന ഏതാണ്ട് നമ്മുടെ നാട്ടിൽ നിൽക്കണേ. പിന്നെ ഭീഷണി, ഭയം, ഭക്ഷണം, വെള്ളം, അവസ്ഥ, ചൂടൊന്നും താങ്ങാനുള്ള ശേഷി ആനയ്ക്കില്ല. ചൂട് താങ്ങുന്ന ഒരു ജീവിയല്ല ആന. ഒട്ടകം പോലെ മരുഭൂമി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ജീവിയൊന്നുമല്ല. താഴെയുള്ള ചൂട്, മുകളിലുള്ള ചൂട്. ഇനി നാട്ടാൻ്റെ പരിപാലന ചട്ടം എന്ന് പറയുന്നത് പോലും ഞാൻ ഗൗരവമായിട്ട് എടുക്കുന്ന ഒരാളല്ല. ആ ചട്ടമൊന്നും കൊണ്ടൊന്നും ഇത് നിയന്ത്രിക്കാൻ പറ്റില്ല. കാരണം ഇത് നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. ആനയ്ക്ക് താങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ വന്നിരിക്കുന്നു. ഇപ്പോൾ ഒരു മതിൽക്കെട്ടിനകത്ത് 10,000-കണക്കിന് ആളുകൾ, ഞാൻ തൃശ്ശൂർ പൂരം അതുപോലെയുള്ള ഉത്സവങ്ങളാണ് പറയുന്നത്, 10,000-കണക്കിന് ആളുകൾ അകത്ത് നിൽക്കുന്നു. അതിനകത്ത് 15 ആന നിൽക്കുന്നു. ഒരുപാട് ശക്തിയിൽ മേളം, അപ്പുറത്ത് പതുക്കെ ഓരോ ഗുണ്ട് പൊട്ടിക്കുന്നു. അതിനിടയ്ക്ക് രാത്രിയാണെങ്കിൽ പന്തം വരുന്നു. ഇങ്ങനൊരവസ്ഥയിൽ വൈലോപ്പിള്ളിയുടെ സഖ്യൻ്റെ മകൻ പറഞ്ഞതുപോലെ ഈ ആനയ്ക്ക് എന്തൊക്കെ തോന്നാം എന്ന് എനിക്കറിയില്ല.
ആനയ്ക്ക് എന്തും തോന്നാം, അത് കാടാണെന്ന് തോന്നാം, കാടാണെന്ന് തോന്നിയാൽ ആനയ്ക്ക് ചെയ്യാം. മറ്റേ ആന, കൊമ്പൻ ആന എൻ്റെ ശത്രുവാണെന്ന് തോന്നാം. കാരണം ആനയുടെ ചിന്താഗതി അങ്ങനെയാണ്. ആന വന്യജീവിയാണ്. ആന ഒരിക്കലും ഒരു വളർത്തുമൃഗമല്ല. അങ്ങനെ ഒരവസ്ഥയിൽ ഈ അടിയന്തരമായി നമ്മൾ പുനഃപരിശോധിക്കണം നമ്മുടെ ഇപ്പോഴുള്ള നിലപാടുകൾ. കാരണം നാട്ടാന പരിപാലന ചട്ടം മാത്രം മതിയോ? അപ്പോൾ നേരത്തെ പറഞ്ഞു ആനയെ കൊണ്ട് അപകടം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ വോട്ടപകടം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ വെടിക്കെട്ട് അപകടം ഉണ്ടാവുന്നു. അതിന് എന്തെങ്കിലും ഫോളോ അപ്പ് ഉണ്ടായോ ഹസ്മി? എനിക്ക് ഓർമ്മയില്ല. ഇപ്പോൾ എത്ര ബോട്ടപകടം ഉണ്ടായി? നമ്മൾ ബോട്ടപകടത്തിന് എന്താ സംഭവിച്ചത് നമുക്കറിയാമോ? ഇപ്പോൾ ഓരോ ബോട്ടപകടം ഉണ്ടാകുമ്പോഴും ഇനി ആവർത്തിക്കരുതെന്ന് പറയും. ഒരു 10 ബോട്ടപകടങ്ങൾ എൻ്റെ ഓർമ്മയിലുണ്ട്. ഒരു വെടിക്കെട്ട് അപകടങ്ങൾ പലതും നമുക്ക് ഓർമ്മയിലുണ്ട്. എന്തെങ്കിലും ഫോളോ അപ്പ് ഉണ്ടായോ? നമ്മൾ എന്തെങ്കിലും ചെയ്തോ? ഇന്നിപ്പോൾ ഹൈക്കോടതി ഇടപെടുന്നു. ഹൈക്കോടതിക്ക് എന്ത് ഇടപെടാൻ പറ്റും? നാട്ടാന പരിപാലന ചട്ടത്തിൽ ഇളവ് വേണമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ. എന്ന് പറഞ്ഞാൽ 10 ആനയുടെ ദൂരം, സേഫ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നൊരു സാധനം ആനയെ പറ്റി അറിയുന്ന എല്ലാവർക്കും അറിയാം. സേഫ് ഡിസ്റ്റൻസ് എന്നൊരു സാധനം കീപ്പ് ചെയ്യാൻ നമുക്കിപ്പോൾ നമ്മുടെ ഉത്സവങ്ങൾക്ക് പറ്റുമോ? പറ്റില്ല. ഇപ്പോൾ 15 ആനയെ നിർത്തിയിട്ട് നിങ്ങൾക്ക് അലിഞ്ഞിത്തറ മേളം നടത്താൻ പറ്റുമോ? ഒരു കാലത്തും പറ്റില്ല. കാരണം 15 ആനയെ ഒക്കെ ഡിസ്റ്റൻസ് നിർത്തി ആ മതിലിന് പുറത്ത് വരും ആന. അപ്പോൾ അത് പറ്റില്ല. അപ്പോൾ ഇതൊന്നും നടക്കാത്ത കാര്യമാണ്. ഹൈക്കോടതി ഉത്തരവ് നടക്കാത്ത കാര്യമാണ്. ഈ വെടിക്കെട്ടിൻ്റെ കാര്യം നടക്കാത്ത കാര്യമാണ്. ബഹളത്തിൻ്റെ കാര്യം നടക്കാത്ത കാര്യമാണ്. ചൂടിൻ്റെ കാര്യം നടക്കാത്ത കാര്യമാണ്. പിന്നെ എങ്ങനെയാണ് നമ്മൾ നടത്തുക? ഇനിയിപ്പോൾ നമ്മൾ ആചാരത്തിൻ്റെ ബഹളത്തിൽ ഇത് നടത്തിയേ പറ്റൂ എന്ന് പറയണത് എനിക്കറിയില്ല. കാരണം ആനപ്രേമം കൊണ്ടല്ല, ആ കാര്യം ഞാൻ സമ്മതിക്കില്ല ലക്ഷ്മി. ആനകളോടുള്ള ദ്രോഹമാണ് കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ശരി, ഞാൻ അഡ്വക്കേറ്റ് രാജേഷ് പല്ലാട്ടിലേക്ക് മറുപടിക്ക് എത്താം. അതിനു മുമ്പ് ശ്രീ വി കെ വെങ്കടാചലത്തിലേക്ക് പോകും. ശ്രീ വി കെ വെങ്കടാചലം, നേരത്തെ ഇന്നിപ്പോൾ ഹൈക്കോടതി ഇടപെടലുണ്ട്. ഹൈക്കോടതി ചോദിക്കും ഞങ്ങൾ ആർക്കെതിരെ കേസെടുക്കും എന്ന് ഹൈക്കോടതി ചോദിക്കുകയാണ്. നേരത്തെ ഹൈക്കോടതി ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ താങ്കളുടെ ഒരു ലേഖനം ഞാനിപ്പോൾ വീണ്ടും വായിക്കുകയാണ്. അതിൽ താങ്കൾ പറയുന്നത് ഹൈക്കോടതി ഇടപെടൽ ആന എഴുന്നള്ളിപ്പിന്റെ മറവിൽ പ്രവർത്തിക്കുന്ന ഉത്സവ മാഫിയെ തുറന്നുകാട്ടുന്ന ഒന്നുകൂടിയാണ്. കേരളമൊട്ടാകെയുള്ള ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ആരാധനാലയങ്ങളിലെ ഉത്സവങ്ങളും ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടവർ അടങ്ങുന്നതാണ് ആ ഉത്സവ മാഫിയ. ആരാധനാലയത്തിന് പണമെടുത്തിട്ടല്ല ആന എഴുന്നള്ളിപ്പ് നടത്തുന്നത്. വിശ്വാസികൾ നൽകുന്ന പണം മാറ്റിവെച്ച് ആന എഴുന്നള്ളിപ്പിനായി ഭീകര പിരിവ് നടത്താൻ ആദ്യമായി ഒരു ഉത്സവ കമ്മിറ്റി ഉണ്ടാക്കും. അത് സമയത്ത് കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കുന്ന പാർട്ടികൾ പ്രതിനിധികളായിരിക്കും ഈ കമ്മിറ്റിയെ നിയന്ത്രിക്കുക. താങ്കൾ അതിൻ്റെ വേറൊരു വശം പറയുകയാണ്. ശ്രീ വി കെ വെങ്കടൻ, താങ്കൾ ഈ മേഖലയിൽ ആഴത്തിൽ പഠനം നടത്തിയ ആളാണ്, ആഴത്തിൽ വ്യവഹാരങ്ങൾ നടത്തുന്ന ആളാണ്. വെങ്കടാചലം, ഈ നാട്ടാന പരിപാലന ചട്ടം കൃത്യമായി പാലിക്കുന്നതോടുകൂടി പ്രശ്നങ്ങൾ പരിഹരിക്കും എന്ന് കരുതാവതാണോ? അതായത് ഈ നാട്ടാന പരിപാലന ചട്ടം എന്ന് പറഞ്ഞിട്ട് 2003 ആദ്യം ഒരെണ്ണം ഉണ്ടായിപ്പോൾ അതിലത്തെ ഒരു പ്രധാന വാചകമായിരുന്നു ജില്ലാ കലക്ടർ അനുമതി നൽകാത്ത ഒരു പൂരത്തിനും ആനയെ അണിനിരത്തരുതെന്ന്. അതിന് 72 മണിക്കൂറിന് മുന്നേ കലക്ടർക്ക് എല്ലാ ആനകളുടെയും പേരും ഡീറ്റെയിൽസും കൊടുക്കണം. അത് വെച്ചിട്ട് തഹസിൽദാർ, ചീഫ് വെറ്റിനറി ഓഫീസർ, അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ പോയി ആനകളെ പരിശോധിച്ച് ആനയ്ക്ക് മതമില്ല, ആനയുടെ മേത്ത് പരിക്കില്ല, ആനയും പാപ്പാനും തമ്മിൽ നല്ല ബന്ധമാണെന്നുള്ള സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ ജില്ലാ കളക്ടർ അനുമതി കൊടുത്താൽ മാത്രമേ ആനയെ എഴുന്നള്ളിക്കാവൂ എന്നുള്ള ചട്ടം ഉണ്ടായിരുന്ന 2003 ചട്ടം KB ഗണേഷ് കുമാർ വനമന്ത്രി ഇപ്പോൾ ആ ചട്ടം എടുത്ത് മാറ്റി. ഇത് മാത്രമല്ല, ആർക്കും എപ്പോൾ വേണമെങ്കിലും ആരുടെയും അനുമതി ഒന്നും വാങ്ങിക്കാതെ ഫോറസ്റ്റ് ഓഫീസിലെ ആനകളെ എഴുന്നള്ളിക്കുന്നുള്ളൊരു കടലാസ് എഴുതി കൊടുത്താൽ ആർക്കും ഏതാനയും എഴുന്നള്ളിക്കാന്നുള്ള രൂപത്തിലൊരു നിയമം ഗണേഷ് കുമാർ ഉണ്ടാക്കി കൊടുത്തു. അതുണ്ടാക്കി കൊടുത്തിട്ട് 2013 ജനുവരി 27 പെരുമ്പാവൂർ ഒരു അമ്പലത്തിൽ 3 പേരെ തെച്ചിക്കോട്ടാവ് രാമചന്ദ്രൻ നടന്നിട്ട് കൊന്നൊടുക്കി. 50 പേർക്ക് പരിക്കേറ്റു. അവിടെ അമ്പലത്തിൻ്റെ മതിൽ പൊളിച്ചിട്ടാണ് ആളുകൾ രക്ഷപ്പെട്ടത്. അതിൻ്റെ മുകളിൽ ഞാൻ കുറേ പരാതി അയച്ചു. ടി വിയിൽ ചില വർത്തമാനങ്ങളൊക്കെ വന്നപ്പോൾ ഗണേശൻ ആ നിയമത്തിൽ ഒരു പരിഷ്കാരം വരുത്തി. അയാൾ പുതിയ ചില നിയമങ്ങളൊക്കെ എഴുതി വെപ്പിച്ച് വന സെക്രട്ടറിനെ കൊണ്ട് ഒരു 3 പേജ് ഒരു സർക്കുലർ 2013 മാർച്ച് 20 ഉണ്ടാക്കി. ആ സർക്കുലർ ഇന്നും നടപ്പിലാക്കിയിട്ടില്ല. ഇതിൻ്റെ ഇടയിൽ ഹൈക്കോടതി ഇടപെട്ടിട്ട് ഈ നാട്ടാന പരിപാലന നിയമത്തിലെ ആനകളും ആളുകളും തമ്മിലുള്ള അകലം, മതിയായ അകലം എന്നുള്ളത് 8 മീറ്റർ ആക്കണം എന്ന് പറഞ്ഞു. ആനകളുടെ പള്ളഭാഗങ്ങൾ തമ്മിൽ മതിയായ അകലം എന്നുള്ളത് 3 മീറ്റർ എന്ന് പറഞ്ഞു. ആനകളും പന്തക്കാരും തമ്മിൽ 5 മീറ്റർ എന്ന് പറഞ്ഞു. ഇതിങ്ങനെ പറഞ്ഞിട്ട് 2024 നവംബർ 13 ഉത്തരവിറക്കിയിട്ട് 2024 ഡിസംബർ 19 വരെ കേരളത്തിൽ യാതൊരു പ്രശ്നമില്ലാണ്ട് ഈ നിയമപ്രകാരം ആന എഴുന്നള്ളിപ്പ് നടന്നു. അതിട്ട് തൃശ്ശൂർ എൻ്റെ വീട്ടിൻ്റെ അടുത്ത തിരുവമ്പാടി ക്ഷേത്രക്കാർ അവർക്ക് ഒരു ദിവസം 3 ആനകളെ എഴുന്നള്ളിക്കാനായിട്ടുള്ള അനുമതി ചോദിച്ച് സുപ്രീം കോടതി പോയപ്പോൾ അവർക്ക് മാത്രമായിട്ടുള്ള ഒരു അനുമതി പത്രമാണ് കൊടുത്തത്. പക്ഷേ അത് മാധ്യമങ്ങളിലും സർക്കാർ രംഗത്തും എല്ലാവർക്കുള്ള ഇളവായിട്ട് തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ വാർത്ത വരുന്നപ്പോൾ എല്ലാവരും എങ്ങനെ വേണമെങ്കിലും ആനയെ എഴുന്നള്ളിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ നടക്കണേ.
അത് ഇന്ന് ഹൈക്കോടതി 2 ചോദ്യം ചോദിച്ചപ്പോൾ ഗവൺമെൻറ് പീഡനം വിളിച്ച് പറഞ്ഞിട്ടാണെന്ന് പറയണേക്കുള്ളൂ. കാലിക്കറ്റിലത്തെ കലക്ടർ അർജൻറ്റായിട്ട് ഓൺലൈനിൽ നാട്ടാന മോണിറ്ററിംഗ് സമിതിയുടെ യോഗം വിളിച്ചു കൂട്ടി. 21-ാം തീയതി ഫെബ്രുവരി 21 വരെ അവിടെ അനുമതി കൊടുത്തിരുന്ന എല്ലാ ആനയെഴുന്നള്ളിപ്പും നിരോധിച്ചു. എന്താ കാരണം എന്ന് ഞാൻ പറയാം. ഈ നാട്ടാന പരിപാലന നിയമത്തിൽ പറഞ്ഞിട്ടുള്ള നിയമപ്രകാരം നാട്ടാന മോണിറ്ററിംഗ് സമിതി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ളവരുടെ സമ്മതപ്രകാരം മാത്രമേ ആനയെ എഴുന്നള്ളിക്കാൻ പാടുള്ളൂ. പക്ഷെ അവരൊന്നും സമ്മതിക്കാണ്ട് തന്നെ ഇവിടെ ആനയെ എഴുന്നള്ളിക്കാനായിട്ട് മന്ത്രിമാരും MLA-മാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും അടങ്ങുന്ന രാഷ്ട്രീയ ലോബി ഇവിടുത്തെ ഉത്സവ മാഫിയെ സഹായിച്ചിട്ടാണ് എഴുന്നള്ളിപ്പ് നടത്തുന്നത്. ഈ കാലിക്കറ്റിൽ നടന്ന സംഭവം ഉത്സവ സംഘാടകർ പുറത്തു പറയാത്തൊരു കാര്യം ഞാൻ ഇപ്പോൾ പറയാം. അല്ല, ഈ ഉത്സവ മാഫിയ എന്ന താങ്കൾ ഉപയോഗിക്കുന്ന വാക്ക് കുറച്ച് ഗുരുതരമായ വാക്കാണ് കേട്ടോ. ശ്രീ VK വെങ്കടാചലം, അതൊരു സെൻസിറ്റീവ് വാക്കാണ്, കുറച്ച് ഗുരുതരമായ വാക്കാണ് ഉത്സവ മാഫിയ. മാഫിയ എന്ന് പറയാൻ ഞാൻ കാരണം മാഫിയ എന്ന് ഞാൻ പറയാൻ ഒരു കാരണമുണ്ട്. ഇതിന് നേതൃത്വം നൽകുന്ന ഒരു സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് ഇരിക്കുകയും വാക്ക് ഞാൻ ഉപയോഗിക്കാം. അതിന്റെ കാരണം ഞാൻ പറയാം. മാഫിയ എന്ന് നമ്മൾ സാധാരണ മാഫിയ എന്ന് ഞാൻ പറയാൻ കാരണമുണ്ട്, വ്യക്തമായിട്ടുള്ള കാരണമുണ്ട്. ഈ മാഫിയയിലത്തെ അംഗങ്ങൾ സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് ഇരിക്കുകയും മാഫിയ ചെയ്യുന്നത് എന്താണെന്ന് അറിയാതെ അവിടെ വരുന്ന നിരപരാധികൾ ചത്തുപോവുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഈ കൊല്ലാനായിട്ട് ഗൂഢാലോചന നടത്തുന്നവരെ മാഫിയ എന്ന് ഇംഗ്ലീഷിൽ പറയാം. അത് ഇവിടെ നടക്കുന്നുണ്ട്. ഈ നാട്ടാന മോണിറ്ററിംഗ് സമിതി യോഗത്തിൽ പങ്കെടുക്കുന്ന ആരും തന്നെ ഉത്സവ സ്ഥലത്തേക്ക് പോകാറില്ല. ഇന്നലെ അവിടെ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ കളക്ടർ പോയി, RDO പോയി, CI പോയി, തഹസിൽദാർ പോയി, എല്ലാവരും പോയി. ഇവര് കാലത്ത് അവിടെ പോയിട്ട് പരിശോധിച്ചിരുന്നെങ്കിൽ ഈ 3 പേര് മരിച്ചിട്ടുണ്ടാവില്ല, 20 പേര് ഗുരുതരമായിട്ട് അവിടെ പരിക്കേറ്റ ആശുപത്രിയിലായിട്ടാവില്ല. ഇത്ര ആനകളെ എഴുന്നള്ളിക്കാനുള്ള യാതൊരു സൗകര്യം അവിടെ ഇല്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, കോടതി ഇന്ന് ഉത്തരവിട്ട് ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ ആനകളും ആനകളും തമ്മിലുള്ള ഗ്യാപ്പിനെ കുറിച്ച് ഒരു ഉത്തരവിട്ടിരുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ ഗവൺമെൻറ് പീഡനം അത് വിളിച്ച് പറഞ്ഞപ്പോൾ ജില്ലാ കളക്ടർ അവിടുത്തെ പൂരങ്ങൾ കംപ്ലീറ്റ് ഫെബ്രുവരി 21 വരെ നിർത്താൻ കാരണം നിയമപ്രകാരം പൂരം നടത്താനായിട്ട് മതിൽക്കെട്ടിനുള്ളിൽ ഒരാനയെ പോലും നിർത്താനുള്ള സൗകര്യം ഇപ്പം ഇവിടെ ഇല്ല. ഓക്കെ, ഞാൻ ചാറിബാബുവിലേക്കും ശ്രീ രാഹുൽ ഈശ്വറിലേക്കുമാണ്. അതിനു മുമ്പ് ഞാൻ ഒരു ദൃശ്യം കൂടി കാണിച്ചോട്ടെ. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത്, ഓടി വരുന്ന അതിൽ മുന്നിൽ ഓടി വരുന്ന ആനയെ പ്രേക്ഷകർ ശ്രദ്ധിക്കണം. ഒന്ന് പ്ലേ ചെയ്യാവോ? ഒന്നുകൂടെ നുളയോ. പല്ലാട്ട്, ഈ ദൃശ്യങ്ങൾ ഞാൻ കാണിക്കാൻ കാരണം അതിൽ ഗോകുലാണോ പീതാംബരനാണോ മുന്നിൽ ഓടി വരുന്ന ആനയുടെ, താങ്കൾക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിഞ്ഞെന്ന് എനിക്കറിയില്ല. ഒരു ആനയുടെ ഒരു കൊമ്പ് ഇങ്ങനെ ആടുക. സാധാരണ ആനയുടെ കൊമ്പ് അങ്ങനെ ആടാറുണ്ടോ? പല്ലാട്ട്, ഒരു ആന ഉടമ എന്നുള്ള നിലയ്ക്ക് എന്തുകൊണ്ടാണോ ഒരു ആനയുടെ കൊമ്പ്, ഒരു വെപ്പ് കൊമ്പ് എന്ന മട്ടിൽ ഇങ്ങനെ ആടുന്നത്? അത് ഗോകുൽ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ദൃശ്യം കൃത്യമല്ല. ഗോകുലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ ഗോകുലാനയുടെ കൊമ്പിന് എന്തെങ്കിലും ഒരു കുഴപ്പമുള്ളതായിട്ട് എനിക്ക് അറിയില്ല. ഒരു കൊമ്പിന് പൊട്ടിപ്പോയതാ, അതിനൊരു കൊമ്പ് പൊട്ടിപ്പോയതാണ്, അതിനൊരു കൊമ്പില്ല. ഞാൻ പറയട്ടെ വലിയ ഡിഫക്റ്റ് ഒന്നും അല്ല മാഷേ. രാജേഷ് പല്ലാട്ട്, ഇത് വെപ്പുകൊമ്പാണെങ്കിൽ ഈ വെപ്പുകൊമ്പ് ഫിറ്റ് ചെയ്യുന്ന എങ്ങനെയാണ്? വെപ്പുകൊല് വെച്ചാൽ അതിന് അസ്വസ്ഥത ഉണ്ടാവില്ലേ ശ്രീ രാജേഷ് പല്ലാട്ട്? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു ഓർത്തോട്ടെ. ഞാൻ അദ്ദേഹം കയറി ഇടപെടുന്നത് കൊണ്ടാണ് സംസാരിക്കാൻ ബുദ്ധിമുട്ട് വരുന്നത്, മറ്റൊന്നുമല്ല. അതായത് ആനകളുടെ കൊമ്പുകൾക്ക് ഒന്ന് ആ വകുപ്പൊന്ന് പറഞ്ഞു തന്നായിരുന്നെങ്കിൽ എനിക്കൊന്ന് അറിയാമായിരുന്നു. ആ വകുപ്പൊന്ന് പറഞ്ഞു തരാമോ? നാട്ടാന പരിപാലന വികലാംഗരായിട്ടുള്ള ആനകളെ നളിക്കരുത്. ഏത് വകുപ്പാണ്? വികലാംഗരായ ആനകളെ നളിക്കരുതെന്ന് പറഞ്ഞിട്ട് കൊമ്പില്ലാത്ത കൊമ്പില്ലാത്തത് വികലാംഗത എവിടെയെല്ലാം ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ? അല്ലല്ല, കൊമ്പില്ലാത്തത്
കൊമ്പില്ലാത്തത് വികലാംഗത്വമാണെന്ന് എവിടെയെങ്കിലും ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ? എവിടെയാ പറഞ്ഞിരിക്കണേ? ഒന്ന് വായിച്ചു കേൾപ്പിക്കാമോ? ശരീരഭാഗങ്ങള് ഒന്ന് വായിച്ചു കേൾപ്പിക്കാമോ? കൊമ്പില്ലായ്മ എന്റെ തർക്കം അതിന് വെപ്പവും വെക്കാമോ അല്ലെങ്കിൽ എന്നുള്ളതല്ലേ ഞാൻ പറഞ്ഞത്. ഒരാനയ്ക്ക് ഒരു വെപ്പവും വെക്കുമ്പോൾ അതിന് അസ്വസ്ഥത ഉണ്ടാകുമോ? എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ എന്ന് സ്വാഭാവികം എന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന സംശയമാണ്. അത് ആനയ്ക്ക് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാക്കുമോ? ആ അസ്വസ്ഥ അടക്കം ഈ ആനയുടെ ഈ പറയുന്ന ആന വിരളാനുള്ള കാരണമാവുന്നുണ്ടോ എന്ന് എന്റെ ഒരു സ്വാഭാവിക സംശയം. ആ ദൃശ്യം കണ്ടപ്പോൾ നമുക്ക് സംശയം. ഞാൻ അങ്ങനെയൊക്കെ എത്താം രാജേഷ് പല്ലട്ട്, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ ആർവി ബാബു, ഇതിപ്പോൾ ആവർത്തിക്കുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഉത്സവത്തിൽ മാത്രമല്ല, ഈ പുതിയങ്ങാടി നേർച്ച എന്ന് പറയുന്ന നേർച്ചകളിലൊക്കെ ആനകൾ നിൽക്കുന്നുണ്ട്, ആനകൾ ഇടയുന്നുണ്ട്. ഈ പറയുന്ന കൊടുംചൂടിന്റെ കാലമാണ്, ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളുടെ കാലമാണ്. ആനകൾക്ക് ഇതൊന്നും താങ്ങാവതല്ല എന്നുള്ള എല്ലാവർക്കും അറിയാം. അതിൻ്റെ കൂടെ ഈ ചട്ടങ്ങൾ കൂടി പാലിക്കുന്നില്ലെങ്കിൽ എന്താ അവസ്ഥ? ഷാറു ബാബു, എല്ലാവരും ചേർന്ന് തീരുമാനമെടുക്കേണ്ട സമയമായില്ലേ? അല്ല, ഈ വിഷയത്തിൽ ഹാഷ്മി നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ക്ഷേത്രങ്ങളിലെ ക്ഷേത്രോത്സവങ്ങൾ, ആ ഉത്സവങ്ങളിൽ അനുഷ്ഠാന സംബന്ധമായി ആചാര സംബന്ധമായിട്ട് ആനയെഴുന്നള്ളിപ്പ് നടക്കുന്ന നിരവധി ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ അവിടെ ആനയില്ലെങ്കിൽ ആ ഉത്സവങ്ങളുടെ ലക്ഷ്യമോ അല്ലെങ്കിൽ അതിൻ്റെ പകിട്ടോ അതിൻ്റെ ആ പവിത്രതയോ സംരക്ഷിക്കപ്പെടാത്ത സാഹചര്യമുള്ള ക്ഷേത്രങ്ങളുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിൽ ആനയില്ലെങ്കിൽ പിന്നെ തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രസക്തി എന്താണ്? ഒരു പ്രസക്തിയില്ല. ആറാട്ടുപുഴ പൂരത്തിന് ആനയില്ലെങ്കിൽ ആ പൂരത്തിന് എന്ത് പ്രസക്തിയുണ്ട്? അതിന് പ്രസക്തിയില്ല. അപ്പോൾ അത്തരം ചില ഉത്സവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, പരമ്പരാഗതമായിട്ട് ആനയുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങൾ. വെങ്കടാചലം, നിങ്ങൾ തൽക്കാലം സംസാരിക്കാതിരിക്കൂ. ഞാൻ റോബോട്ടാനെ വിശ്വാസികള് ആചാരങ്ങളിൽ വിശ്വസിക്കുന്നവര് ക്ഷേത്രങ്ങളിൽ വിശ്വസിക്കുന്നവർ തീരുമാനിക്കട്ടെ. ചർച്ചയ്ക്ക് വരുന്നവരെ ഹാഷ്മി, ചർച്ചയ്ക്ക് വരുന്നവരെ സംസാരിക്കാൻ അനുവദിക്കില്ല എന്നുള്ള സാഹചര്യം ഉണ്ടോ? ഇല്ല. മര്യാദയാണ്. അല്ല, ശ്രീ വി കെ വെങ്കടാചലം ഒരു നിലപാട് പറഞ്ഞോട്ടെ. ശ്രീ വി കെ വെങ്കടാചലം ഈ ആർവി നിലപാട് പറഞ്ഞു പൂർത്തിയായി. ഞങ്ങൾ വരാം. ഞാനൊരു കാര്യം ഏത് വ്യക്തിയായാലും ക്ഷേത്രങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾക്കും നിങ്ങളുടെ ഒരു അഭ്യാസവും നടക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ ഒരു അഭ്യാസവും നടക്കാൻ പോകുന്നില്ല. ഞാൻ പറയുന്നത് പറയൂ. ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞത്, ക്ഷേത്രങ്ങളിൽ ആനകൾ അനിവാര്യമായിട്ടുള്ള ക്ഷേത്രോത്സവങ്ങളുണ്ട്. ആ ഉത്സവങ്ങളിൽ നിയമപരമായ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് ആ ഉത്സവങ്ങളിൽ ആനയെ എഴുന്നള്ളിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആനയെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഉത്സവങ്ങൾ നടക്കണം. അത് ആചാരത്തിന്റെ അനുഷ്ഠാനത്തിന്റെയും വിശ്വാസത്തിന്റെയും ഭാഗമാണ്. എന്നാൽ ഇവിടെ RSSന്റെ മുഖമാസിക കേസരിയിൽ 22 വെള്ളിയാഴ്ച ഏപ്രിൽ 2016 ഇറങ്ങിയ കേസരിയുടെ എന്താണ് തലക്കെട്ട് എങ്ങനെയാണെന്ന് അറിയാം. അതിന്റെ എഡിഷൻ തുടങ്ങുന്ന എങ്ങനെയാണ്? കരിയും വേണ്ട, കരിമരുന്നും വേണ്ട. അതിനകത്തൊരു ലേഖനമുണ്ട്, ഭ്രാന്തിനെ ആചാരമെന്ന് വിളിക്കരുത്. അത് പറഞ്ഞത് വെങ്കടാചലമല്ല, RSSന്റെ മുഖമാസികയാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രതികരണം കേൾക്കണോ? സ്വാമി ചിദാനന്ദപുരിയുടെ പ്രതികരണമാണ്. ഞാൻ എത്താം, അത് പ്ലേയോ. ഒരു ജന്തുവിന് വേണ്ട വിശ്രമം നൽകാത്ത വിധത്തിൽ ഇന്ന് അവിടെ എഴുന്നള്ളിപ്പ്, മറ്റേടത്ത് അതിൻ്റെ എഴുന്നള്ളിപ്പ്, അങ്ങനെ കൊണ്ടുപോവുക. എന്നിട്ടോ ഈ പാവം പിടിച്ച ജന്തു അധികം ശബ്ദം കേൾക്കാൻ പാടില്ല. അങ്ങനെയാണ് എൻ്റെ ചെവിയുടെ ഘടന. ഹരിമരുന്നുകളുടെ നടുക്ക് പല പന്തങ്ങളൊക്കെ കുത്തിവെച്ചിട്ട് എന്തൊരക്രമമാണ്.
എത്ര കോടി രൂപയാണ് ഓരോ വർഷവും കത്തിച്ചു തീർക്കുന്നത് നമ്മൾ? എത്ര കോടി രൂപ? ഇതൊക്കെ ഒന്ന് മാറി ചിന്തിക്കാൻ കാലമായില്ലേ? ഇതൊക്കെ ആവശ്യമാണ്. ആണെങ്കിൽ സ്വാമി ചിദാനന്ദപുരി പറയുന്നതും വെങ്കടാചലം പറയുന്നതും ഒരുപോലെ ആചാരങ്കരമാവണം. അല്ല, ഞാൻ പറയാം. സ്വാമി ചിദാനന്ദപുരി പറയുന്നതും വെങ്കടാചലം പറയുന്നതും ഒരേപോലെയല്ല. സ്വാമി ചിദാനന്ദപുരി പറയുന്നതിന് മുമ്പ് ശ്രീ നാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. എക്സാക്ട്ലി. കരിയും കരിമരുന്നിനെയും സംബന്ധിച്ച് നാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. സാക്ഷാൽ മന്നത്ത് പത്മനാഭൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ പറയുന്ന ആചാരങ്കരമാവണ്ടേ? ഈ ക്ഷേത്ര ഉത്സവങ്ങളിൽ നടത്തുന്ന ഞാൻ പറയാം അവരൊക്കെ പറയുമ്പോഴും ക്ഷേത്രങ്ങളുടെ ഉത്സവങ്ങളിൽ അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ പറയുന്ന ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച ക്ഷേത്രങ്ങളിലടക്കം ഈ കഴിഞ്ഞ ദിവസമാണ് ചെറായി പൂരം നടന്നത്. ചെറായി പൂരത്തിൽ ആനകളുടെ തലപ്പൊക്ക മത്സരമുണ്ട്. ആനകൾ 10-15 ആനകൾ പങ്കെടുക്കുന്ന തലപ്പൊക്ക മത്സരം നാരായണ ഗുരുദേവൻ സ്ഥാപിച്ച ക്ഷേത്രമാണ്. അത് നമ്മുടെ വിശ്വാസം ഒന്ന് മിണ്ടാതിരിക്കും സാർ. ഇനി എന്റെ വന്യജീവി സംരക്ഷണം അറിയോ പറഞ്ഞു കൊടുത്തോട്ടെ. അറിയോ പറഞ്ഞു. അപ്പോ ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള ക്ഷേത്ര ഉത്സവങ്ങൾ അതിപ്പോ ചിദാനന്ദപുരി സ്വാമി സതുദ്ദേശപരമായി സ്വാമി പറഞ്ഞ കാര്യങ്ങളാണ്. ഭക്തജനങ്ങള് അതായത് ഈ പറയുന്ന അനാവശ്യമായി ക്ഷേത്ര ആചാരങ്ങളുടെ ഭാഗമല്ലാതെ ഉത്സവങ്ങളുടെ ഗാംഭീര്യം വർദ്ധിപ്പിക്കാൻ തക്ക രീതിയിൽ മത്സര ബുദ്ധിയോടുകൂടി ക്ഷേത്ര കമ്മിറ്റിക്കാർ പലയിടങ്ങളിലും ഇല്ലാത്ത ആചാരം എന്ന് പറയുകയാണെങ്കിൽ അതിനെപ്പറ്റി പറയുന്നു ചിദാനന്ദപുരി. ഒറ്റ ആചാരം എന്ന് പറയുകയാണെങ്കിൽ താങ്കൾ ആചാരമാണ് അനുഷ്ഠാനമാണെന്ന് പറയുകയാണെങ്കിൽ അതിനെപ്പറ്റി പറയുന്നതോട് കേൾക്കൂ ചിദാനന്ദപുരി. പ്ലേയോ ഇനി ഈ ക്ഷേത്രത്തിൽ തിടമ്പെഴുന്നള്ളിക്കുക തുടങ്ങിയ വിഷയങ്ങൾ ഏതെങ്കിലും ശാസ്ത്രത്തിൽ ആനയുടെ പുറത്ത് എഴുന്നള്ളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞത് ആചാര്യൻ്റെ ഹസ്തത്തിൽ, മസ്തകത്തിൽ, ശിരസിൽ. അവിടെ ശിരസ്സെന്ന് പറഞ്ഞാൽ ആചാര്യൻ്റെ ശിരസ്സാണ്, അല്ലാണ്ട് ആനയുടെ മസ്തകമല്ല. മസ്തകം എന്ന് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചോട്ടെ എന്ത് ആനയുടെ മസ്തകമാണ്. ആചാരവും അല്ലെന്നാ പറയുന്നത് സ്വാമി ചിദാനന്ദപുരി. അല്ല സ്വാമി ചിദാനന്ദപുരി ആചാരമല്ല എന്ന് പറഞ്ഞു. പക്ഷെ ക്ഷേത്രങ്ങളിൽ നമ്മൾ കണ്ടുവന്നിട്ടുള്ളത് എന്താ? ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട് ഉള്ള ക്ഷേത്രങ്ങളിൽ, 2 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ക്ഷേത്രങ്ങളിലൊക്കെ നമ്മളത് കണ്ടുവരുന്നുണ്ട്. അത് ആചാരത്തിന്റെ ഭാഗമായിട്ട് തന്നെ നടക്കുന്നു. ആചാരം എന്ന് പറഞ്ഞാൽ എന്താ? ആചാരം എന്ന് പറഞ്ഞാൽ എന്താ? അത് ഗ്രന്ഥങ്ങളിൽ അറിവ് ബാബു ഇതേപ്പറ്റി നന്നായി അറിയാവുന്ന ആളാണ് സ്വാമി ചിദാനന്ദപുരി അല്ലേ? സ്വാമി ചിദാനന്ദപുരി തന്നെ ഇതിന് വെള്ളവും വെള്ളം കിട്ടാത്ത തണുപ്പിൽ ജീവിക്കാൻ ജീവിയെ കൊണ്ട് ഇരട്ടം നിർത്തുന്നതിനെ പറ്റിയും അല്ലെങ്കിൽ ശബ്ദം കേൾക്കാൻ പറ്റാത്തതിനെ കുറിച്ച് മാരക ശബ്ദം കൊണ്ട് നിർത്തുന്നതിനെ പറ്റിയും ഇനി ആചാരം എന്ന് പറഞ്ഞാൽ ആചാരം എന്ന് ആര് പറഞ്ഞു ഇതിനെപ്പറ്റി പഠിച്ചാൽ നിങ്ങൾക്ക് സ്വീകരണ സ്വാമിയാണ് സ്വാമി ചിദാനന്ദപുരി അല്ലേ ശ്രീ അറിവ് ബാബു? അല്ല, ആ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലെന്നേ. അത്തരം കാര്യങ്ങളിൽ അതുകൊണ്ടാണ് പറഞ്ഞേ ഒഴിവാക്കേണ്ട സ്ഥലങ്ങളിൽ ഒഴിവാക്കുക തന്നെ വേണം. എന്നാൽ ഇപ്പൊ തൃശ്ശൂർ പൂരം പോലുള്ള സന്ദർഭത്തിൽ ആനയില്ലാതെ എന്ത് തൃശ്ശൂർ പൂരം? ഇവിടെ റോബോട്ടിനെയൊക്കെ കൊണ്ടുവന്ന് ഇത്തരം വിഡ്ഢിത്തങ്ങൾ പറയുന്ന ആൾക്കാരെ റോബോട്ടിന്റെ മേലെ എഴുന്നള്ളിപ്പ് ഇത്തരം മണ്ടത്തരങ്ങൾ പറയുന്ന ആൾക്കാരെ മറുപടി പറയാനില്ല. ഇവിടെ അടിസ്ഥാനപരമായി ഈ ക്ഷേത്രത്തിലെ ഈ പ്രശ്നങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വം ക്ഷേത്ര കമ്മിറ്റിയുടെ നിലപാടാണ്. ആ വിഷയത്തിൽ ഇപ്പോ ഉണ്ടായ മുഴുവൻ ഹാഷ്മി കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഹാഷ്മി ഒറ്റ കാര്യം, കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കാട്ടാന ചവിട്ടിക്കൊന്ന എത്ര പേരുണ്ട് നമ്മുടെ നാട്ടിൽ? 192 പേരാണ്. 192 പേരാണ് കാട്ടാന ചവിട്ടിക്കൊന്ന ആൾക്കാര്. അപ്പോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കാട്ടാനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. നാട്ടാനെ നമുക്ക് നിയന്ത്രിക്കാം. എന്താണ്? അല്ലല്ല, കാട്ടാനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. നാട്ടാനെ നമുക്ക് നിയന്ത്രിക്കാവുന്നതാ. ഒരു അപകടം ഉണ്ടാകുമ്പോൾ അല്ലല്ല, കാട്ടാനെ ചവിട്ടിക്കൊല്ലുന്നതിനും നാട്ടാനെ ചവിട്ടിക്കൊല്ലുന്നതിനും താങ്കൾ ഒരേ കണ്ണിൽ കാണല്ലേ? നമ്മൾ ബോട്ട് വേണ്ടെന്ന് വെക്കുകയാണോ ചെയ്യുന്നത്? അല്ല അറിവ് ബാബു, കാട്ടാനെ ചവിട്ടിക്കൊല്ലുന്നതിനും നാട്ടാനെ ചവിട്ടിക്കൊല്ലുന്നതിനും താങ്കൾ ഒരേ കണ്ണിൽ കാണല്ലേ? അങ്ങനെ ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ എല്ലാ രംഗത്തും ഉണ്ടാകും. ഇപ്പോ CR നീലകണ്ഠൻ ബോട്ടപകടം ഉണ്ടായതിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ബോട്ടപകടം ഇല്ലാതിരിക്കാൻ ബോട്ടില്ലാതാക്കലല്ലോ, മറിച്ച് അതിന് കർശനമായ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരും. ആ അപകടം ഇല്ലാതാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കും. പകരം ബോട്ട് തന്നെ നിരോധിക്കുകയാണോ ചെയ്യുന്നത്? വാഹന അപകടം ഉണ്ടായാൽ വാഹനം തന്നെ നിരോധിക്കുമോ നമ്മൾ? ഇതെന്തൊരു ന്യായമാണ്?
ശരി ശരി ഞാൻ അങ്ങനെ എത്താം. ഏർപ്പാടാണ്. അല്ല രാഹുൽ ഈശ്വർ അപ്പൊ അങ്ങനെ ശരി ശരി വാഹനാപകടങ്ങളിൽ നമുക്ക് അല്ല അറിയുമ്പോൾ ആ പറയുന്ന വാദത്തിന്റെ പൊള്ളത്തരം എങ്ങനെയാണ്? വാഹനാപകടം നമുക്ക് അമിതവേഗം ഒഴിവാക്കാം, വാഹനാപകടം നമുക്ക് ഒരു റോഡിൽ ഇത്ര വണ്ടി ഓടാവുന്ന നിബന്ധനകൾ വെക്കാം, നമുക്ക് റോഡ് നിയമങ്ങൾ കർശനമായി പാലിക്കാം. ചെവിക്ക് കീഴെ പടക്കം പൊട്ടുമ്പോൾ ആന എങ്ങനെ പെരുമാറണം നമുക്ക് പെരുമാറാൻ പറ്റുമോ? നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ? അറിവ് ബാബു, ചെവിക്ക് കീഴെ പടക്കം പൊട്ടുമ്പോ ആന എങ്ങനെ പെരുമാറണം നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ? അപകടം ഒഴിവാക്കാൻ വാഹനം ഇല്ലാതാക്കലല്ലോ ചെയ്യാറ്, വാഹനം ഒഴിവാക്കലല്ലോ ചെയ്യാറ്. അപ്പൊ എന്ത് ചെയ്യും? 80 കിലോമീറ്റർ ആനയുടെ മനസ്സ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതാണോ അറിവ് ബാബു? ഘടിപ്പിക്കാൻ പറയും. അല്ല, ഈ ആനയുടെ മനസ്സ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതാണോ? ആന ഇന്നു മുതലൊന്നും അല്ലല്ലോ. ആന നമ്മുടെ യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള മൃഗമാണ്. ആന യുദ്ധങ്ങളിൽ നമ്മുടെ പഴയകാല രാജാക്കന്മാരുടെ ഇപ്പൊ ഈ ക്ഷേത്രങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ആനകൾ നമ്മുടെ യുദ്ധങ്ങളിൽ പങ്കെടുക്കുന്നു, ശത്രുവിനെ കൊല്ലാനല്ലേ പങ്കെടുക്കുന്നു, ഒട്ടകങ്ങൾ യുദ്ധങ്ങളിൽ പങ്കെടുക്കുന്നു. അതൊക്കെ ശത്രുവിനെ കൊല്ലാനല്ലേ? അത് ശത്രുവിനെ കൊല്ലാനോ ആനയ്ക്ക് എന്ത് ശത്രു? അല്ല, ഞാൻ പറയുന്നത് രാജാവിന്റെ ശത്രുവിനെ കൊല്ലാനാണല്ലോ ആനയ്ക്ക് യുദ്ധത്തിൽ നേരത്തെ പറഞ്ഞ ന്യായം വെച്ചാണെങ്കിൽ ഞാൻ പറഞ്ഞ അത് സ്വന്തക്കാരെയും കൊന്നൂടെ? ഇല്ല, രാജാവിന്റെ ശത്രുവിനെ കൊല്ലാനുള്ള ആന കൂട്ടത്തിലുള്ളവരെ കൊന്നൂടെ? ഞാൻ പറഞ്ഞ ഈ ലോജിക്കിലൊക്കെ പ്രശ്നം എന്താണെന്നറിയോ? ഇതിനെ അവധാനതയോടെ കാണണം. അപ്പൊ താങ്കൾ നേരത്തെ RSSന്റെ മുഖമാസിക എഴുതിയ കരിയും വേണ്ട കരിമരുതും വേണ്ട, ആ ഭ്രാന്തിനെ ആചാരമെന്ന് വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞ് തിരുത്തി പറയുവോ അറിയോ? അല്ലെങ്കിൽ തിരുത്തി എഴുതാൻ പറയുവോ? അങ്ങനാണ് രാഹുൽ. അത് കേസരി അല്ല, ഞാൻ പറയട്ടെ, മറുപടി പറഞ്ഞോട്ടെ. നിരവധി ലേഖനങ്ങൾ വരുന്നുണ്ട്. അല്ലല്ല, അങ്ങനെ പറയുന്നത് എന്റെ ഓർമ്മ ഇത് പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തിന് തുടർച്ചയിലാണെന്ന് തോന്നുന്നു. ഇത് ആ ലേഖനത്തിന്റെ കവറിൽ ആ ലേഖനത്തിന്റെ കവറിലാണ് കരിയും വേണ്ട കരിമരുന്നും വേണ്ട ഇരിക്കുന്നത്. അറിയോ ഹാഷ്മി, ഞാൻ ഹിന്ദു ഐക്യവേദിയുടെ ചുമതലയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഹിന്ദു സമൂഹത്തിന്റെ വിശ്വാസം, അനുഷ്ഠാനം, ആചാരം അതുപോലുള്ള കാര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടന. പക്ഷേ ഹിന്ദു ഐക്യവേദിയുടെ അതേ ഫേസ്ബുക്കിൽ കേസരി പത്രത്തിൽ നിരവധി വീക്ഷണത്തിലുള്ള ലേഖനങ്ങൾ വരും. പക്ഷേ ഹിന്ദു ഐക്യവേദിയുടെ അതേ ഫേസ്ബുക്കിൽ ഈ ചിദാനന്ദപുരി ഈ കാര്യങ്ങൾ കുറച്ചുകൂടി തീക്ഷ്ണമായി പറയുന്ന ഒരു ഓഡിയോ കിടപ്പുണ്ട്. അതൊന്ന് മാറ്റണം അങ്ങനെയാണെങ്കിൽ, താങ്കളുടെ നിലപാടതാണെങ്കിൽ. ശ്രീ രാഹുൽ ഈശ്വർ. ഹാഷ്മി, 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ലോക ഗുരുവായ ശ്രീനാരായണ ഗുരുദേവൻ കരിയും കരിമരുന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹൈക്കോടതിയുടെ കഴിഞ്ഞ വർഷത്തെ വിധിയിൽ ജയശങ്കർ നമ്പ്യാർ സാറും ജസ്റ്റിസ് പി ഗോപിനാഥൻ സാറും ഒക്കെ ആനകളെ പരേഡ് ചെയ്യുന്നതൊരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. താത്വികമായി ഇങ്ങനെ പറയാമെങ്കിലും പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ, വ്യാവഹാരിക ഗ്രൗണ്ട് ലെവലിലേക്ക് വരുമ്പോൾ പലർക്കും അത് ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടെയാണ് നമുക്ക് സമവായവും സമന്വയവും വേണം. അങ്ങേക്ക് ശ്രീ RV ബാബുചേട്ടനെ അറിയായിരിക്കും. ഞങ്ങളടക്കം ആചാരവും വിശ്വാസവും എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുമ്പോൾ ശബരിമല അടക്കമുള്ള കേസിൽ പോലും ഒരു വ്യത്യസ്ത നിലപാടെടുത്ത വ്യക്തിയാണ്. പക്ഷേ ഈ ചർച്ചയിൽ നോക്കൂ, അദ്ദേഹത്തെ പ്രൊവോക്ക് ചെയ്യുമ്പോൾ അദ്ദേഹം അതിശക്തമായി ആചാരത്തിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങളോടൊപ്പം ഫൈറ്റ് ചെയ്യും. അവിടെയാണ് ഈ വിഷയം ആരെങ്കിലും പ്രകോപിപ്പിക്കാനോ ഡിബേറ്റ് ചെയ്ത് തോപ്പിക്കാനോ അല്ല. നമ്മുടെ ജനങ്ങളാണ് മരിക്കുന്നത്, നമ്മുടെ കാശാണ് പോകുന്നത് എന്ന തിരിച്ചറിവ് കൊണ്ട് എനിക്ക് ആനയെ വേണം, എനിക്ക് ആനയെ ഇഷ്ടമുള്ള വ്യക്തിയാണ്. എന്നാൽ അമിത ആർഭാടത്തിലേക്ക് പോകാത്ത ഒരു സമീപനം നമുക്ക് എടുക്കാൻ കഴിയണം. ഒന്നും വേണ്ട എന്നല്ല, എന്ത് ബെറ്റർ ആണ് വേണമെന്ന് പറയണം. കൂടുതൽ ചാരിറ്റി അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ പലപ്പോഴും ഒരു കാർണിവൽ സ്പേസ് ആണ് ഒരുക്കപ്പെടുക, ഒരു സെലിബ്രേഷനോ മറ്റു പറയുന്ന സ്പേസ്. സ്പിരിച്വൽ കോണ്ടന്റ് ചിലപ്പോഴെങ്കിലും കുറവാണ്. കുറച്ച് സ്പിരിച്വൽ കോണ്ടന്റ് കൂട്ടുകയും 10 ആനയ്ക്ക് പകരം നമുക്കൊരു 3 ആനയാക്കാം, 3 ആനയ്ക്ക് പകരം 1 ആനയാക്കാം. ആന വേണ്ടെന്ന് പറഞ്ഞാൽ ഞാനടക്കമുള്ള വിശ്വാസികളുടെ മനസ്സ് മുറിപ്പെടും. ഞാനടക്കം തൃശ്ശൂർ പൂരത്തിൽ ആനയെ കണ്ട് വളർന്ന അല്ലെങ്കിൽ കണ്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. ഞങ്ങളുടെ അടക്കമുള്ള എല്ലാ അമ്പലങ്ങളിലും ആനയുടെ എഴുന്നള്ളിപ്പൊക്കെ ഉണ്ട്. അപ്പം ഭഗവാൻ ആനയുടെ പുറത്ത് തിരുമ്പേറി വരുന്നത് കണ്ട് തൊഴാനാണ് എനിക്കിഷ്ടം. പക്ഷേ ഞാൻ അടക്കമുള്ള വിശ്വാസികളെ വിശ്വാസത്തിലെടുത്ത് ഗവൺമെൻറ്, കോടതി, നിയമ സംവിധാനങ്ങൾ, തന്ത്രി സമാജത്തെ അല്ലെങ്കിൽ പൂജാരിമാരുടെ സമൂഹത്തെ, വിശ്വാസ സമൂഹത്തെ വിളിച്ച് ഒരു സമവായം ഉണ്ടാക്കി ബെറ്ററായിട്ട് ഈ കാര്യത്തെ മാനേജ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകണം. അല്ലാതെ ഞങ്ങളെ പ്രകോപിപ്പിച്ചുകൊണ്ട് യന്ത്രമനുഷ്യൻ്റെ റോബോട്ടുള്ള ആനയെ കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ആവശ്യമില്ലാതെ പരിചയം എടുക്കും. നിങ്ങൾ വാളെടുത്താൽ ഞങ്ങൾ പരിചയം എടുക്കും. കാര്യം ഞങ്ങൾ വിശ്വാസത്തെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ളവരാണ്. എന്നാൽ നേരെ തിരിച്ച് ഗവൺമെന്റോ കോടതിയോ സമൂഹത്തെ വിളിച്ച് ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമിയും അടക്കമുള്ളവർ പറയുന്നത്, ഞാൻ അതാണ് പറഞ്ഞത്, അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ട് ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ കടുത്തുപോയതായിരിക്കാം. ഞാൻ ഒരു സെക്കൻഡ് സാർ, അല്ല എനിക്കറിയാം ഒരുപാട് പോരാടിയോണ്ട് അങ്ങയുടെ വാക്കുകൾ കടുത്തുപോയോണ്ടായിരിക്കാം.
സാർ ആയിക്കോട്ടെ, ഞാൻ അങ്ങ് അംഗീകരിക്കുന്നു, അങ്ങ് എന്നേക്കാൾ വലിയ വിശ്വാസിയാണ്. പക്ഷേ അങ്ങയുടെ വാക്കുകൾ സാധാരണ വിശ്വാസികളെ മുറിപ്പെടുത്തുമ്പോൾ അനാവശ്യമായി നമ്മുടെ ഇടയിൽ ഭിന്നത ഉണ്ടാകും, തർക്കം ഉണ്ടാകും. നേരെ തിരിച്ച് ആന ഉടമകളെയും കൂടെ കൂട്ടി ഈ ആന തമിഴ്നാട്ടിലെ ജല്ലിക്കെട്ടിലെ കാളയെ പോലെ അല്ലെങ്കിൽ പശുവിനെ പോലെ ഇന്ത്യ മുഴുവൻ ആന നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ ആന ഇതേപോലെ ഇപ്പൊ ആന്ധ്രാപ്രദേശിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഇതേപോലെ ഇപ്പൊ ഗുജറാത്തിൽ ആന എഴുന്നള്ളിപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അവൻ കേരളത്തിന്റെ പൈതൃകവുമായി ബന്ധപ്പെട്ടൊക്കെ വന്ന കാര്യമാണ്. അപ്പോൾ ഒരു സമവായത്തിലെടുത്ത് ഇത് കുറച്ചൊക്കെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഫണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, ആന വേണം പക്ഷെ ആനയെ ബാൻ ചെയ്യണ്ട. അവിടെയാണ് റെഗുലേഷൻ കൊണ്ടുവരിക, റെസ്ട്രിക്ഷൻ അല്ല. ബാനിങ് കൊണ്ടുവന്നാൽ അത് പ്രായോഗികമല്ല. ഇപ്പം സുപ്രീം കോടതി എന്താ പറഞ്ഞത്? സുപ്രീം കോടതി ഡിസംബർ 2024 സുപ്രീം കോടതി ഈ കേസ് വീണ്ടും എടുത്തു, ഡിസംബർ 19. അപ്പോൾ തിരുവമ്പാടി ദേവസ്വം അടക്കം സുപ്രീം കോടതി ചെല്ലുമ്പോൾ സുപ്രീം കോടതി പറഞ്ഞാണ്, രാഹുലീശ്വറിന്റെ വാക്കുകളല്ല, ഹൈക്കോടതി പറഞ്ഞ പല കാര്യങ്ങളും ഇംപ്രാക്ടിക്കലാണ്. കേരള ഹൈക്കോടതിയുടെ ഇംപ്രാക്ടിക്കൽ റൂൾസ് ഞങ്ങൾ ഹോൾട്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം പ്രായോഗികത ഇല്ലാതെ സ്കോർ ചെയ്യാൻ സംസാരിച്ചിട്ട് കാര്യമില്ല. ആൾക്കാർ മരിച്ചിരിക്കുന്ന അവസരമാണ്, നമ്മളതിൻ്റെ വിഷമം മനസ്സിലാക്കുന്നു. ഇപ്പോൾ പുറ്റിങ്ങൽ 120 പേരോളം മരിച്ചു, 3 കിലോമീറ്ററുള്ള കാര്യങ്ങൾ നാമാവശേഷമായി. നമുക്കപ്പം വേണ്ടത് അതിൻ്റെ ബെറ്റർ ടെക്നിക്സ് ഉണ്ടാക്കണം, പൈറോ ടെക്നിക്സ് അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവരണം, എക്സ്പേർട്സിനെ കൊണ്ടുവരണം, ബെറ്റർ ഗൈഡ് ലൈൻസ് കൊണ്ടുവരണം. ഇതെല്ലാവരും എല്ലാം അനുസരിക്കാൻ തയ്യാറാകും. വിശ്വാസികൾ പൊതുവെ ആ രീതിയിൽ അനുസരണയുള്ളവരാണ്. പക്ഷേ ഞങ്ങളെ വേണ്ട, നിങ്ങളൊക്കെ മറ്റേ അധകൃതരാണ്, നിങ്ങളൊക്കെ അങ്ങനെ പുറംപോക്കിലെ ആൾക്കാരാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പറയാമെന്നാൽ നമ്മൾ തിരിച്ചും പറയും. അപ്പം ഇത്തരം കാര്യങ്ങളിൽ സ്റ്റേറ്റ്സ്മാൻഷിപ്പ് കാണിക്കേണ്ടത് ഗവൺമെന്റ് ആണ്. ചിദാനന്ദപുരി സ്വാമിജി, ഞാനും അദ്ദേഹം കൂടെ തൃശ്ശൂരിൽ പങ്കെടുത്ത ഒരു പരിപാടിയിൽ അദ്ദേഹം ഇത് പറഞ്ഞപ്പം വലിയൊരു പ്രശ്നം ഉണ്ടായി തൃശ്ശൂരിൽ. കാര്യം തൃശ്ശൂരുകാർക്ക് ആന അത്രമാത്രം ഇഷ്ടമാണ്. ചിദാനന്ദപുരി സ്വാമിജി നമ്മളെല്ലാം ആദരിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഞാനും കൂടിരുന്ന വേദിയിൽ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം ഉണ്ടായി. അപ്പം സെൻസിറ്റീവായി എല്ലാവരെയും ഒരുമിച്ച് ഇവിടെ ഈ പറഞ്ഞ ആനയുടെ സഹനം ഒക്കെ ഉള്ളിൽ കരുതുമ്പോഴും ഇപ്പോൾ ഞാൻ ആനപ്രേമിയൊന്നുമല്ല, പക്ഷേ ആനയില്ലാത്തൊരു പൂരം ഇപ്പം CVK വെങ്കടേശൻ എന്നോട് ദേഷ്യപ്പെടുമായിരിക്കും, ഇഷ്ടം ചിലപ്പോൾ ദേഷ്യപ്പെടുമായിരിക്കും. ആനയില്ലാത്തൊരു പൂരം നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? തെച്ചുകോട്ടുകാവ് രാമൻ എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് ചുമ്മാ കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും ഒരു കൗതുകം ഉണ്ടാവുമല്ലോ, ഉറപ്പായ ആ കൗതുകം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിനിടയിൽ ഒരു വഴി ഉണ്ടാവുന്നുണ്ട്, ഒരു മധ്യവർത്തി വഴി ഉണ്ടാകുമോ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആനകളെ ഈ പറയുന്ന ആചാരങ്ങളുടെ ഭാഗമാണെങ്കിൽ അത് വിശ്വാസ വികാരത്തിൻ്റെ ഭാഗമാണെങ്കിൽ അതിനെ എഴുന്നള്ളിക്കുമ്പോൾ തന്നെ ഇനി ഇത്തരത്തിൽ ആന ഇടയുകയോ അല്ലെങ്കിൽ ഇടഞ്ഞാൽ തന്നെ അതിനെ ജീവഹാനി ഉണ്ടാവാത്തിൽ നിയന്ത്രിക്കാനോ വരുന്ന ഒരു സംവിധാനം കുറച്ചുകൂടി ശക്തമാകണം എന്നർത്ഥമുണ്ടോ നീലകണ്ഠൻ? ഹാഷ്മി, ആറാട്ടുപുഴ പൂരത്തിൻ്റെ പുഴയ്ക്ക് അക്കരെ ജീവിക്കുന്ന ആളാണ് ഞാൻ. 3 വയസ്സ് മുതൽ ആറാട്ടുപുഴ പൂരം കാണുന്ന ആളാണ്. തൃശ്ശൂർ പൂരം കഴിഞ്ഞൊരു 30-40 കൊല്ലം അടുപ്പിച്ച് കണ്ട ആളാണ്. ആനയെ കാണാൻ എനിക്കും ഇഷ്ടമാണ്. പക്ഷേ ഇപ്പം ഞാൻ ആനയെക്കുറിച്ച് ആലോചിക്കുന്നത് വേറെ ആനയുടെ ഭാഗത്തുനിന്നാണ്. ആന എന്ന് പറയുന്ന ഒരു മൃഗം, ഇപ്പം നേരത്തെ ബോട്ടിൻ്റെ കാര്യം പറഞ്ഞു, ബോട്ടിൻ്റെ പോലെയല്ല ആന വേറൊരു ജീവിയാണ്. നമ്മൾ എന്ത് വിശ്വാസം പറഞ്ഞാലും സഹജീവികളോടുള്ള സ്നേഹത്തിൽ അപ്പുറത്തുള്ള മറ്റൊരു വിശ്വാസം ഞാൻ കാണുന്നില്ല. അതന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസം. നമ്മുടെ തൊട്ടടുത്തുള്ള മനുഷ്യൻ, ഉള്ളൂർ പറഞ്ഞതുപോലെ അടുത്തിരിക്കുന്ന അനുജനെ കാണാൻ പറ്റാത്തവൻ അകലെയുള്ള ഈശ്വരനെ എവിടെ കാണാൻ പോകണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആനയുടെ ഭാഗത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആന എന്തായിരിക്കും ഇതിനോട് കാണിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അന്ന് ഇപ്പോൾ 25 അല്ലെങ്കിൽ 100 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന ഒരു തൃശ്ശൂരാണോ ഇന്നുള്ളത്? 100 കൊല്ലം മുമ്പുള്ള ഒരു കോഴിക്കോടാണ് ഇന്നുള്ളത്? നമ്മൾ സംഗതി വലിയ വ്യത്യാസം വന്നിരിക്കുന്നു. അന്ന് ആനയെ കൊണ്ടുപോയിരുന്ന പോലെ ഇന്ന് കൊണ്ടുപോകാൻ പറ്റുമോ? ആനയ്ക്ക് യാത്ര ചെയ്യേണ്ട സ്ഥലമുണ്ടോ? ആനയ്ക്ക് മനുഷ്യന് കുടിക്കാൻ വെള്ളമില്ല. ആനയ്ക്ക് 200 ലിറ്റർ വെള്ളം ഒരു ദിവസം കൊടുക്കണം. ആനയ്ക്ക് എത്ര പേര് 200 ലിറ്റർ കൊടുക്കുന്നതിൽ ഉടമസ്ഥ സംഘം എന്നോട് വഴക്കുണ്ടാക്കിയിരിക്കും. പക്ഷെ ഞാൻ കാണുന്ന ആനകൾക്ക് കിട്ടാറില്ല. അതുപോലെ നിരവധി കാര്യങ്ങൾ, ആനയുടെ മേത്തുള്ള മുറിവുകൾ, ആനയുടെ വിയർപ്പ്, ഇത്രയും ജനക്കൂട്ടം, ഇതിനിടയിൽ നിൽക്കുന്ന ഈ ആന എനിക്ക് സ്നേഹമുള്ള ആനയാണ് എങ്കിലും സ്നേഹമുള്ളത് കൊണ്ട് തന്നെ അതിനെ വല്ലാതെ വെറുപ്പിക്കുന്നു, അതിന് വല്ലാതെ വിഷമുണ്ടാക്കുന്നു. വെടിക്കെട്ടും പന്തൊക്കെ ഉണ്ട്, ഞാൻ ആദ്യം പ്രവർത്തിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ആ ഭാഗത്തുനിന്നുകൂടി ആലോചിക്കാൻ ഈ വിശ്വാസിക്ക് കടമയുണ്ട് എന്നൊരു കാര്യമാണ് ഞാൻ ആദ്യം ഓർമ്മിപ്പിക്കുന്നത്. അത് ഓർക്കാതെ ഒരു വിശ്വാസം മറ്റവൻ്റെ മേലെ അടിച്ചേൽപ്പിക്കുന്നത് ഒരു വിശ്വാസമല്ല. ആനയുടെ മേൽ, ഇപ്പം നിങ്ങൾ ബാക്കി കാര്യങ്ങൾ പോലെയല്ല, ആനയുടെ മേൽ വിശ്വാസം അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ഒന്ന്. രണ്ടാമത്തെ വിഷയം, അങ്ങനെ വരുമ്പോൾ ഞാനിപ്പോൾ എല്ലാ പൂരത്തിനും ഒരു ദിവസം കൊണ്ട് ആന ഇല്ലാതാക്കാമെന്ന് വിചാരിക്കുന്ന ആളൊന്നുമല്ല. അങ്ങനെയല്ല. ഇപ്പോൾ ശരിയാണ്, ചട്ടങ്ങൾ വേണം. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിന് 15 ആന നിൽക്കാൻ, ഇപ്പോൾ നേരത്തെ പറഞ്ഞു തൃശ്ശൂർ പൂരത്തിന് 15 ആന കണ്ട് ശീലിച്ച ആളാണ് ഞാൻ. പക്ഷേ 15 ആന നിൽക്കാൻ 15, 15, 32 ആന കുടമാറ്റത്തിന് നിൽക്കാൻ വേണ്ട സ്ഥലം നിയമപരമായി തൃശ്ശൂരുണ്ടോ എന്നൊന്ന് നോക്കിയാൽ മതി. ഈ പറഞ്ഞ ഡിസ്റ്റൻസ് വച്ചിട്ടുണ്ടോ നോക്കിയാൽ മതി. അപ്പോൾ ചിലപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 3 ആന നിൽക്കാനേ സ്ഥലം ഉണ്ടാവുള്ളൂ. അപ്പോൾ ചിലപ്പോൾ 3 ആനയെ കൊണ്ട് ചെയ്യേണ്ടി വരും. ആനയുടെ കംഫർട്ട്
പരമാവധി കൊടുക്കുന്ന രൂപത്തിൽ. പക്ഷേ പലപ്പോഴും അത് കടക്കാറില്ല. ഞാൻ ഗുരുവായൂർ ആന കോട്ടിൽ പോയി കാണുന്ന ആളാണ്. വളരെ മോശമാണ്, വളരെ വളരെ മോശമാണ്. ഗുരുവായൂരപ്പനോടുള്ള ഭക്തി ഉണ്ടെങ്കിലും കാര്യമില്ല, ഗുരുവായൂർ ആനയെ ട്രീറ്റ് ചെയ്യുന്നത് വളരെ മോശമാണ്. എരണ്ടക്കെട്ട് വന്നിട്ടും മതപ്പാട് വന്നിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ മാധ്യമങ്ങളിൽ തന്നെ പലപ്പോഴും ആനകളെ പറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ആനയുടെ മുറിവുകളെ പറ്റി. അപ്പം ഞാൻ പറയുന്നത് നമുക്ക് വിശ്വാസത്തിൻ്റെ പേരിൽ വേണോ വേണ്ടോ എന്നുള്ള തർക്കമല്ല വേണ്ടത്. ഞാൻ ഈ ആളുകളൊക്കെ ആനപ്രേമികളും കൂടിയാണ്. ആനയുടെ ഭാഗത്തുനിന്ന് ആലോചിച്ച് നോക്കൂ, സ്വന്തം കാമുകി തൻ്റെ ഇഷ്ടപ്രകാരം നിന്നില്ലെങ്കിൽ കാമുകിയെ കൊല്ലുന്ന ആസിഡ് ബൾബ് എറിയുന്ന കാമുകൻ്റെ വാശിയാണ് നമുക്ക് ചിലപ്പോൾ ആനോട് കാണിക്കുന്നത്. ഇപ്പോൾ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ്റെ കണ്ണെങ്ങനെയാണ് പോയി എന്നുള്ളത് ആനപ്രേമി സംഘം പറയട്ടെ എങ്ങനെയാണ് പോയി എന്നുള്ളത്. മനുഷ്യൻ ചെയ്ത് കണ്ണു കളഞ്ഞതാ, എന്നിട്ട് നശിച്ചൊന്നുമല്ല. അപ്പോൾ അത് ഒരുപാട് പേരെ കൊന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ദ്രോഹിച്ച് ഈ ജനക്കൂട്ടത്തിനിടയിൽ അതിന് ഏറ്റവും നെഗറ്റീവായ ഒരു എൻവറോൺമെൻറ്റിൽ അതിനെ നിർത്തി നമുക്ക് ആഘോഷം വേണോ? അവിടെയാണ് ഒരുപക്ഷെ ഒരു യന്ത്രം കൊണ്ടുവരുന്നത് പോലെ അല്ല ഒരു ജീവിയെ കൊണ്ടുവരുന്നത്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ആന ഒരു വന്യമൃഗമാണ് എന്നാദ്യം മനസ്സിലാക്കുക. യുദ്ധത്തിന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ആനയെ നമ്മൾ മെരുക്കണിയണേ. ആന ഒരിക്കലും ഒരു വീട്ടുമൃഗമാവില്ല. ഒരു നായയുടെ പോലെയോ ഒരു താറാവിൻ്റെ പോലെയോ കോഴിയുടെ പോലെയോ ഒരു വീട്ടുമൃഗമാവില്ല ആന. ആക്കാൻ പറ്റില്ല അതിന്. കാരണം എന്താ വെച്ചാൽ അത് പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ സ്വക്ഷേത്രം ഇതല്ല, അതിൻ്റെ സാമൂഹ്യ ജീവിതം ഇവിടെയല്ല. അതിൻ്റെ മതപ്പാട് വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ, അതിൻ്റെ വെള്ളം, അത് ചവിട്ടുന്ന മണ്ണ്, ഇതൊന്നും അല്ല. ഇത് നമ്മൾ മനസ്സിലാക്കി. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഭക്തിയുണ്ടോ, വിശ്വാസമുണ്ടോ, ആചാരമുണ്ടോ, അതൊക്കെ രണ്ടാമത്തെ പ്രശ്നമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഈ ആന എന്ന് പറയുന്ന ജീവി ഈശ്വരൻ വിശ്വസിക്കുന്നവർക്ക് ഈശ്വരൻ്റെ തന്നെ ഒരു സൃഷ്ടിയാണ്. അത് അപൂർവ സൃഷ്ടിയാണ്, ഈ കരയിലെ ഏറ്റവും വലിയ സൃഷ്ടിയാണ്. അതിനെ ദ്രോഹിക്കരുത് എന്നാലോചിക്കാനുള്ള വിശ്വാസമെങ്കിലും. ശരി രാജേഷ്, ഇവിടെ ശ്രീ വെങ്കടാചലം ഉത്സവ മാഫിയ എന്ന് ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു മതത്തിനല്ല, എല്ലാ മതങ്ങളിലെയും ആൾക്കാരെ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ട്. ആ വാക്ക് കേൾക്കുമ്പോൾ കുറച്ച് കടുത്താണെന്ന് തോന്നാമെങ്കിലും ഈ ദൃശ്യങ്ങൾ നോക്കൂ. ഈ ദൃശ്യങ്ങൾ രണ്ടാന ഇടയുന്നു, അതിലൊരാന പ്രശ്നക്കാരനാണെന്ന് പറയുന്നുണ്ട്. അതിന് ചെവിക്കീഴുകൊണ്ട് പടക്കം പൊട്ടിക്കുന്നു. പടക്കം പൊട്ടിക്കുമ്പോഴേക്കും ആന പേടിച്ചോടുന്നു. അങ്ങേയറ്റം സാധുക്കളായ നിരപരാധികളായ അമ്മമാരും മക്കളെല്ലാം കുഞ്ഞുങ്ങളെല്ലാം കൂടെ കരഞ്ഞുകൊണ്ട് ഓടി അവർ അഭയസ്ഥാനമായ അടുത്തൊരു ബിൽഡിങ്ങിൽ കയറുന്നു. ആ ബിൽഡിങ്ങിലൂടെ പൊളിഞ്ഞ് അവരുടെ മുകളിൽ വീഴുന്നു. രണ്ടുപേർ മരിച്ചത് ഈ ബിൽഡിംഗ് പൊളിഞ്ഞു വീണിട്ടാണ്, അല്ലെങ്കിൽ ചേർന്ന കെട്ടിടം പൊളിഞ്ഞു വീണിട്ടാണ്. ഒരാളുടെ കാലിന് ഗുരുതരമായ പരിക്കാണ്. എന്ന് പറഞ്ഞാൽ അത് ആന ചവിട്ടിയിട്ടാണോ ഈ കെട്ടിടം പൊളിഞ്ഞു വീണാണോ എന്നുള്ള കാര്യം അറിയില്ല. ഗുരുതരമായ പരിക്കാണ്. ഉത്സവ മാഫിയ എന്നല്ലാതെ പിന്നെ എന്താണ് അവരെ വിളിക്കുക? രാജേഷ് പല്ലാട്ട്, ആരാണ് അതിന് ഉത്തരവാദികൾ? ഞാൻ അദ്ദേഹം ഇടപെടില്ല എങ്കിൽ എനിക്കൊരു 3 മിനിറ്റ് സമയം തരണം. കാരണം അദ്ദേഹം ബാബുച്ചേട്ടൻ സംസാരിച്ച സമയത്ത് നിരന്തരമായി ഇടപെടുന്നത് കണ്ടു. സത്യത്തിൽ കേരളത്തിലെ ഈ ആന എഴുന്നള്ളത്ത് ഉത്സവ മേഖലകളുടെ ചരിത്രം പരിശോധിച്ചാൽ ആറാട്ടുപുഴ പൂരത്തെക്കുറിച്ച് സംസാരിക്കപ്പെടുകയുണ്ടായി. 1800ഓളം വർഷം പഴക്കമുള്ള ആറാട്ടുപുഴ പൂരം നമ്മളുടെയൊക്കെ എത്രയോ പിതാമഹന്മാരുടെ കാലഘട്ടങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണ്. ഇനി ഈ കേരളത്തിൽ മാത്രമുള്ള ഈ ആന എഴുന്നള്ളത്ത് സംസ്കാരം എങ്ങനെയാണ് കേരളത്തിൽ ഉണ്ടായത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ ആനകളൊന്നും നാട്ടാനകൾ എന്ന പേരുണ്ടെങ്കിൽ പോലും നാട്ടിൽ ജനിച്ചതോ നാട്ടിൽ വളർത്തിയതോ അല്ല. ഇത് ജനിച്ചതും ഒരു പ്രായം വരെ വളർന്നതും വനത്തിൽ തന്നെയാണ്, ഒരു സംശയവുമില്ല. പക്ഷേ അതിന് ലഭിക്കേണ്ട അതിൻ്റെ എണ്ണം വനത്തിൽ പെരുകുന്നത് മനുഷ്യന് ഉപദ്രവകരമാണ് എന്ന ബോധ്യം നമ്മളുടെയൊക്കെ പിതാമഹന്മാർക്ക്, നമ്മളുടെയൊക്കെ മുൻപുണ്ടായിരുന്ന ഭരണാധികാരികൾക്ക് വ്യക്തമായി മനസ്സിലായതുകൊണ്ടാണ് അവയെ കൃത്യമായി പിടിച്ച് മെരുക്കി മനുഷ്യൻ്റെ ഉപയോഗത്തിന്, അത് ക്ഷേത്ര ഉത്സവങ്ങൾക്കായിക്കോട്ടെ, തടിപ്പണിക്കായിക്കോട്ടെ, അല്ലെങ്കിൽ സവാരിക്കായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, മനുഷ്യൻ്റെ ഉപയോഗത്തിനായി നാടിനോട് ചേർത്ത് നിർത്തിക്കൊണ്ട്, നാടിൻ്റെ സംസ്കാരത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട്, മനുഷ്യൻ്റെ സ്വഭാവത്തിനോട് ചേർത്ത് നിർത്തിക്കൊണ്ട്, നമ്മളോടൊപ്പമായി നമ്മളുടെ വീട്ടിലെ ഒരു അംഗമായി ഈ മാറ്റിക്കൊണ്ട് മനുഷ്യരുടെ വീടുകളിലും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സാമ്പത്തികമായി മുൻപന്തിയിൽ നിൽക്കുന്ന ദേവസ്വങ്ങളുടെ അംഗമായും തനത് സംസ്കാരത്തിന്റെ രാജേഷ് പല്ലാട്ട്, നമ്മുടെ വീട്ടിലുള്ള ഒരാളെ പോലെയാണെങ്കിൽ അതിന് അസഹ്യത ഉണ്ടാകുന്ന അതിന് ചെവി കൂടെ പടക്കം പൊട്ടിക്കുമോ? നമ്മുടെ കുടുംബാംഗത്തെ ചെവി കൂടെ നമ്മൾ പടക്കം പൊട്ടിക്കുമോ? ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. സ്വാഭാവികമായും ആ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയേണ്ടതുണ്ട്. എങ്കിലും ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ബാക്കി എനിക്ക് പറയാതിരിക്കാൻ കഴിയാത്തത് കൊണ്ട് എനിക്കൊരു 2 മിനിറ്റ് കൂടെ സമയം തരണം. അത്തരത്തിലൊരു സംസ്കാരമാണ് കേരളത്തിൽ ഉണ്ടായി വന്നത്. ആ സംസ്കാരം എൻ്റെ കുടുംബത്തെ അംഗമായ എൻ്റെ ആനയെ ഞാൻ മറ്റൊരു ക്ഷേത്രത്തിലേക്ക് പറഞ്ഞു വിടുമ്പോൾ അതിൻ്റെ ചെവിയിലോ അല്ലെങ്കിൽ അതിൻ്റെ പുറകിലോ പടക്കം പൊട്ടിക്കുമ്പോൾ ആ ആന വിരണ്ടോടുന്നില്ല എങ്കിൽ അതിനെ പരിപാലിക്കുന്ന, അതിന് കൊടുത്ത ട്രെയിനിങ്ങിൻ്റെ മെച്ചമാണ്.
അല്ലാതെ അതിൻ്റെ ഭയം കൊണ്ടോ ബഹുമാനായ എൻ്റെ CR പറഞ്ഞതുപോലെ അതിൻ്റെ ഭയം കൊണ്ടൊന്നുമല്ല അത് നിൽക്കുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ കുടുംബാംഗമായ ആനയെ ഞാൻ എൻ്റെ ഒരു ഉത്സവത്തിലേക്ക് പറഞ്ഞു വിടുമ്പോൾ അതിൻ്റെ ചെവിയിലോ അല്ലെങ്കിൽ അതിൻ്റെ കാലിൻ്റെ പുറകിലോ കൊണ്ടുപോയി വെടി പടക്കം പൊട്ടിക്കുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഞാനോ എൻ്റെ ആനയുടെ പാപ്പാന്മാരോ അല്ല, ഒരു പരിധിവരെ ക്ഷേത്ര കമ്മിറ്റിക്കാരുമല്ല. അതിനോട് സമീപത്ത് നിൽക്കുന്ന ജനങ്ങളാണ് തിരിച്ചറിയണം. അത്തരത്തിൽ അല്ലല്ല ക്ഷേത്ര കമ്മിറ്റിക്കാരാണ്. ക്ഷേത്ര കമ്മിറ്റിക്കാർക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്സവം നടക്കുന്ന സ്ഥലത്ത് ആനയ്ക്ക് അസഹ്യാവസ്ഥ ഉണ്ടായാൽ ആന ഇടയുമെന്ന് അറിയാവുന്ന ക്ഷേത്ര കമ്മിറ്റിക്കാർക്ക് ആനയ്ക്ക് അസഹ്യാവസ്ഥ ഉണ്ടാവരുത് എന്ന് ഉറപ്പിക്കേണ്ട ഉത്തരവാദിത്തം ക്ഷേത്ര കമ്മിറ്റിക്കാർക്കുണ്ട്. അല്ലെങ്കിൽ പെരുന്നാൾ കമ്മിറ്റിക്കാർക്കുണ്ട്, അല്ലെങ്കിൽ നേർച്ച കമ്മിറ്റിക്കാർക്കുണ്ട്, സംഘാടകർക്കുണ്ട്. ഹാഷിം ഞാൻ ഏറ്റവും ആദ്യമേ പറഞ്ഞ നിലപാട് അത് തന്നെയാണ്. സംഘാടകർക്കുണ്ട്, 100% ഞാൻ പറഞ്ഞു വരുന്ന ഭാഗം അതല്ല. അപ്പോൾ അത്തരത്തിലൊരു പടക്കം പൊട്ടിയാൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു സംഭവം ഉണ്ടായാൽ എൻ്റെ ആന അല്ലെങ്കിൽ എൻ്റെ ആനയെ പോലുള്ള മറ്റാനകൾ, കേരളത്തിലെ നിരവധിയായ ആനകൾ, ബഹുഭൂരിപക്ഷം വരുന്ന എഴുന്നള്ളത്താനകൾ, ഇതിനൊരു ചരിത്രം കൂടിയുണ്ട്. കേരളത്തിൽ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ ഈ വനാന്തരങ്ങളിൽ ജനിച്ചു വളർന്ന് പരിശീലിച്ച് നാടിൻ്റെ ഭാഗമായി മാറിയ നാട്ടാനകൾ, ആ നാട്ടാനകൾക്ക് കൊടുത്ത ട്രെയിനിങ് ഉണ്ട്. അതിൽ 2 വിഭാഗം ആനകളായിരുന്നു ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലുണ്ടായിരുന്നത്. ഒന്ന് എഴുന്നള്ളത്താനകൾ, 2 പണിയാനകൾ, കൂപ്പുകളിലും നാട്ടിൻപുറങ്ങളിലും തടി പിടിക്കാനും മറ്റുള്ളതിനുമായി പണിയാനകളായി നിന്നിരുന്ന പണിയാനകൾ. ഒന്ന് എഴുന്നള്ളത്താനകൾ. ആ എഴുന്നള്ളത്താനകൾ എഴുന്നള്ളത്ത് മാത്രമായിരുന്നു അതിൻ്റെ ജോലി, അല്ലെങ്കിൽ അത് പങ്കെടുത്തുകൊണ്ടിരുന്നത് എഴുന്നള്ളത്തുകൾക്ക് മാത്രമായിരുന്നു. അത്തരത്തിലുള്ള എഴുന്നള്ളത്താനകൾ മാത്രമായി കേരളത്തിലെ എഴുന്നള്ളത്ത് മേഖല നിലനിന്നിരുന്നൊരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ 100-1 അത് നമ്മൾ മനസ്സിലാക്കണം. ഈ അപകടങ്ങളും ഇത്തരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളും ഉണ്ടാകുന്നതിനുണ്ടായ കാരണം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, അത്തരത്തിൽ ഉള്ള എഴുന്നള്ളത്താനകളുടെ എണ്ണം കേരളത്തിൽ വർഷങ്ങളായി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. 2, ആ എഴുന്നള്ളത്താനകളുടെ എണ്ണം കുറയുമ്പോൾ ക്ഷേത്ര കമ്മിറ്റിക്കാരെ സംബന്ധിച്ചിടത്തോളം ആന എഴുന്നള്ളത്ത് നടക്കേണ്ടത് അവിടുത്തെ പൈതൃകത്തിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമാകുമ്പോൾ അവർ ഈ പണിയാനകൾ എന്ന് പറയുന്ന എഴുന്നള്ളത്ത് മേഖലയിൽ ഒരുപാട് പരിചയമില്ലാത്ത ആനകളെ വിളിച്ച് ആ എഴുന്നള്ളത്ത് നടത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. ഇവിടെയാണ് രാഹുൽ ഈശ്വർ പറഞ്ഞ ഒരു കാര്യം പ്രധാനമായി മാറുന്നത്. ഇത് ചർച്ച ചെയ്യപ്പെടണം. കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടണം. ഇന്ന് വനാന്തരങ്ങളിലുണ്ടാകുന്ന ആനകളുടെ എണ്ണം കൊണ്ട് അതിന് കാട്ടിൽ ജീവിക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ, അതിന് മതിയായ വെള്ളം ലഭിക്കുന്നില്ലാത്ത സാഹചര്യത്തിൽ, അതിന് മതിയായ ആഹാരം ലഭിക്കുന്നില്ലാത്ത സാഹചര്യത്തിൽ അത് വനം വിട്ട് നാട്ടിൻപുറത്തിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് എങ്കിൽ ആ ആനകളെ പിടിച്ചു മെരുക്കി ഇന്ന് ഭംഗിയായി സംരക്ഷിക്കുന്ന നാട്ടാനകൾ സംരക്ഷിക്കപ്പെടുന്ന ഉടമസ്ഥന്മാർക്കോ ദേവസ്വങ്ങൾക്കോ കൈമാറിക്കൊണ്ട് ഇവിടെയുള്ള കേരളത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിൽക്കുന്നതിന് ആവശ്യമായ ട്രെയിൻഡ് ആയിട്ടുള്ള നാട്ടാനകളെ കൊടുക്കുവാൻ സർക്കാർ തയ്യാറാകണം. ആദ്യ കാരണം ശ്രീ അഡ്വക്കേറ്റ് രാജേഷ് പല്ലാട്ട് പറഞ്ഞത് വ്യക്തമാണ്. എന്ന് പറഞ്ഞാൽ ഈ പടയപ്പയെ പോലെ ആനകളെ പിടിക്കുക, അതിനെ മെരുക്കി അഡ്വക്കേറ്റ് രാജേഷ് പല്ലാട്ടിനെ പോലെയുള്ള ആനകളെ വളരെ ഭംഗിയായി നോക്കുന്ന ആൾക്കാരെ ഏൽപ്പിക്കുക. അതിനെ നോക്കിക്കോളും. കാട്ടിലെ ശല്യം തീർന്നു, നാട്ടിൽ ആൾക്കാർക്ക് പോകാനോ. ഇപ്പോൾ താങ്കൾ പറയുന്നത് പോലെ ഈ റോബോട്ടാനകളൊക്കെ നിരന്ന് നിന്ന് കുടമാറ്റമൊക്കെ ആലോചിച്ച് നോക്കാൻ പറ്റുമോ ശ്രീ VK വെങ്കടാചലം? സങ്കല്പിക്കാൻ പോലും പറ്റുമോ? ഞാൻ ഇതിന് മറുപടി പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഈ RV ബാബു ഏതൊരു സംഘടനയുടെ പേരൊക്കെ പറഞ്ഞു. രാഹുൽ ഈശ്വർ എന്തൊക്കെയോ മതപരമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചിട്ട് അവർ ഡിഫെൻഡ് ചെയ്യുന്നു പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഈ ഉത്സവം എന്ന് പറയുന്ന വാക്ക് 2 സംസ്കൃത വാക്കിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ്. എന്ന് പറഞ്ഞാൽ എടുത്തു മാറ്റുക, ഇല്ലാതാക്കുക. സവ് എന്ന് പറഞ്ഞാൽ ദുഃഖത്തെ എടുത്തു മാറ്റുവാനായി പരമ്പരാഗത കാലത്ത് 5000-6000 കൊല്ലങ്ങൾക്ക് മുന്നേ തന്നെ അന്നത്തെ ഓരോ പ്രദേശത്തും ജീവിക്കുന്ന ആളുകൾ ആഘോഷങ്ങൾ നടത്താൻ തീരുമാനിച്ചത് 2 സാധനങ്ങൾ ഏർപ്പെടുത്തേണ്ടതാണ്. അതായത് ഈ ഉത്സവം എന്ന് പറഞ്ഞാൽ ദുഃഖത്തെ എടുത്തു മാറ്റുന്ന പ്രക്രിയയാണ് ഉത്സവം. അതിൽ ആന വന്നു കഴിഞ്ഞാൽ ആനയെ പണ്ട് ആളുകളെ കൊല്ലാനേ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് ആനകളെ വേണ്ടാന്ന് വളരെ പണ്ട് തന്നെ തീരുമാനിച്ചിട്ടായിരുന്നു. 5000-6000 കൊല്ലങ്ങൾക്ക് മുന്നേ തന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പുരാണ ഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം ഇതിലൊന്നും തന്നെ ആനപ്പുറത്ത് എഴുന്നള്ളുന്ന ഒരു ദൈവത്തെക്കുറിച്ച് പറയുന്നില്ല. ആനപ്പുറത്ത് നടക്കുന്ന ഒരു കഥാപാത്രം ഉള്ളത് ദേവേന്ദ്രനാണ്. ദേവേന്ദ്രനെ ആരും ആരാധിക്കാറില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ നിയമങ്ങൾ ഇങ്ങനെ കർശനമായിട്ടും നടപ്പിലാക്കാൻ പറ്റാത്തപ്പോൾ
ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഒരു വിവരം ഞാൻ ഇവിടെ പറയാം. രാജേഷ് വല്ലാട്ട അടക്കമുള്ളവരും ഈ RV ബാബുവും ഈ രാഹുൽ ഈശ്വറും വേണമെങ്കിൽ കേട്ടോ. ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചത്തെ കേരളത്തിലത്തെ പ്രശ്നങ്ങളുണ്ട്. 360 റോബോട്ടാനകൾ വേണമെന്ന് പറഞ്ഞിട്ട് ക്ഷേത്രക്കാർ ഞങ്ങളെ ബന്ധപ്പെട്ടിട്ടുണ്ട്. 17 ആനകളെ ആന സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുവാണെങ്കിൽ ഞങ്ങൾക്ക് റോബോട്ടാനേനെ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ വനം വകുപ്പ് എടുത്ത കണക്ക് പ്രകാരം 357 നാട്ടാനേ ഇവിടെ ഉള്ളൂ. ഞങ്ങളുടെ സംഘടനയും ഞങ്ങളോടൊപ്പമുള്ളവരും കൂടി അടുത്ത 10 കൊല്ലത്തിനുള്ളിൽ 360 റോബോട്ടാനകളെ കേരളത്തിൽ പല അമ്പലങ്ങളിൽ ഇറക്കി ഞങ്ങളിവിടെ പൂരം നടത്തിക്കും. ജീവനുള്ള ആന ഇല്ലെങ്കിലും പൂരം നടത്തുമെന്ന് ഇപ്പം എല്ലാവരും തെളിയിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഇപ്പോഴത്തെ 5, 2, 7 റോബോട്ടാനകൾക്ക് ഒരു വർഷം 7,000-ഓളം എഴുന്നള്ളിപ്പുണ്ട്. 365 വാത്തിനോട് പറയാന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞ 5 റോബോട്ടാൻ ഉണ്ടെന്നാ പറയുന്നത്. അല്ല 5 റോബോട്ടാൻ ഇപ്പൊ തന്നെ ഉണ്ടെന്നാ പറയുന്നത്. ഞങ്ങളുടെ എല്ലാ വീടുകളുണ്ട്. 10 കൊല്ലത്തില് 360 റോബോട്ടാനകളെ ഞങ്ങളെ എഴുന്നള്ളിക്കും. വിശ്വ ഹിന്ദു പരിഷത്ത്, ഹിന്ദു ഐക്യവേദി, NSS, SNDP ഈ അമ്പലങ്ങളിലൊക്കെ ഞങ്ങളുടെ റോബോട്ടാനകളെ കൊണ്ടു നിറയ്ക്കും. നിങ്ങൾക്ക് തടുക്കാൻ പറ്റില്ല. 360 റോബോട്ടാനകള് ഒരു റോബോട്ടാനക്ക് എത്ര വിലയാന്ന് ചോദിക്കുന്നത്. ഒരു റോബോട്ടാനക്ക് എത്ര വിലയാന്ന് ചോദിക്കുന്നത്. ഒരു റോബോട്ടാനക്ക് എന്താ വില എന്നാ ചോദിക്കുന്നത്. 10 കൊല്ലത്തിന് 10 കൊല്ലത്തിന് 360 റോബോട്ടാനകളെ ഇന്ത്യയിലത്തെ 15 സന്നദ്ധ സംഘടനകളുടെ സാമ്പത്തിക സഹായത്തോടെ സൗജന്യമായി ഞങ്ങൾ 360 അമ്പലക്കാർക്ക് കൊടുക്കും. മെസ്സേജ് അയക്കൂ. റോബോട്ടാനെ വേണ്ടവർ VK വെങ്കടാചലത്തിന് ഫോൺ മെസ്സേജ് അയക്കൂ. പുതിയൊരുവാണ്. ഞങ്ങളൊരു വാദത്തിന് വേണ്ടി പറഞ്ഞാണെന്ന് വിചാരിച്ചത്. അങ്ങനെയല്ല, 3-4 റോബോട്ടാനെ ഉണ്ട്. അത് കൂടുതൽ റോബോട്ടാനെ വേണ്ടവർ VK വെങ്കടാചലത്തിന് ഫോണോട് മെസ്സേജ് അയക്കും. ഇടവേളയിലേക്ക് പോകണം. ഞാൻ പെട്ടെന്ന് തിരികെ എത്താം. എന്തായാലും എനിക്കത് പുതിയ അറിവാട്ടോ. RV ബാബു, ഞാൻ ഇടവേളയിൽ ഞാൻ യൂട്യൂബിൽ നോക്കുകയാണ് കേട്ടോ. തൃശ്ശൂർ കല്ലേറ്റുങ്കര ഇരിഞ്ഞാടപ്പള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഇരിഞ്ഞാടപ്പള്ളി രാമൻ കഴിഞ്ഞ വർഷം തുടമ്പേറ്റി. റോബോട്ടാനയാണ്. അല്ല ഹാഷ്മി, നേരത്തെ ഇവിടെ ശ്രീ വെങ്കടാചലം പറഞ്ഞ പോലെ ക്ഷേത്ര കമ്മിറ്റിക്കാരോ അല്ലെങ്കിൽ അവിടുത്തെ തന്ത്രിയോ ദൈവഹിതമനുസരിച്ചോ ഏത് ക്ഷേത്രത്തിലും ആ ക്ഷേത്രത്തിലെ ആചാരം അനുസരിച്ചിട്ട് റോബോട്ടിനെയോ അതല്ല ഇനി കഴുതപ്പുറത്താണെങ്കിൽ അങ്ങനെയോ അത് അങ്ങനെ നടത്തുന്നതിൽ നമുക്കാർക്കും വിരോധമില്ല. പക്ഷെ അത് ദേവഹിതം നോക്കിയിട്ടായിരിക്കണം. ആ ക്ഷേത്ര തന്ത്രിയുടെ തീരുമാനം അതിനകത്തുണ്ടാകണം, ക്ഷേത്ര കമ്മിറ്റിക്കാർ അവരുടെ തീരുമാനം അനുസരിച്ചായിരിക്കണം. അല്ലാതെ വെങ്കടാചലം ഞാൻ പറഞ്ഞോട്ടെ, വെങ്കടാചലം പറയുന്ന റോബോട്ടുകളെ വെങ്കടാചലം റോബോട്ടുകളുടെ സോൾ ഏജൻസിയാണോ അദ്ദേഹത്തിന് എത്ര കമ്മീഷൻ കിട്ടുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ വെങ്കടാചലം അത് സീരിയസ് ആയി പറഞ്ഞ പരിപാടിയാണോ? കാശടിച്ചു മാറ്റാനുള്ള പരിപാടിയാണോ? ഈ എഴുന്നള്ളിപ്പാനകൾക്ക് പകരം കാശാക്കാനുള്ള പരിപാടിയാണോ? താങ്കൾക്ക് എത്ര താങ്കൾ നമ്പർ അടക്കം കൊടുക്കണ്ടായി. ഇല്ല നമ്പർ കൊടുത്തത് അല്ല അഡ്വക്കേറ്റ് രാജു പല്ലാട്ട് ഇത് അല്ല RV ബാബു, അഡ്വക്കേറ്റ് രാജു പല്ലാട്ട് നമ്പർ എങ്ങനെ ആന എവിടെ കിട്ടും ചോദിച്ചപ്പോ കൊടുത്താ? അതല്ല, അത് സ്വമേധ കൊടുത്തല്ല. സ്വമേധ ഒരു മാർക്കറ്റിംഗ് പറഞ്ഞല്ല. രാജു പല്ലാട്ട് ചോദിച്ചപ്പോ കൊടുത്താ. ഒരു വരി തരണം. 360 റോബോട്ടുകൾ റോബോട്ടുകൾ ഉണ്ടാവും പറഞ്ഞു. ആന ആളെ കൊല്ലുമ്പോ
മിണ്ടാതിരിക്കുന്ന അല്ല, ദൈവത്തിന്റെ ദേവഹിതം ഹിതമെന്ത്? നോക്കുന്നത് എങ്ങനെയാണെന്ന് അല്ലല്ല ഹാഷ്മി ഒരു വരി ശ്രദ്ധിക്കണം. ഹാഷ്മി അല്ലല്ല, ഹാഷ്മി ഈ മൊത്തം ക്ഷേത്രവിശ്വാസത്തെ ആക്ഷേപിക്കുക. ഹാഷ്മി ഒരു വരി ശ്രദ്ധിക്കണം. അല്ലല്ല ഹാഷ്മി ഒരൊറ്റ കാര്യം. ഹാഷ്മി ഹാഷ്മി ഒരൊറ്റ കാര്യം മാത്രം. ഹാഷ്മി, ഈ ചർച്ചയിൽ നിന്ന് നോക്കൂ. ഹാഷ്മി ഒരൊറ്റ കാര്യം. ഹാഷ്മി ഒരൊറ്റ കാര്യം. ഹാഷ്മി ഒരു കാര്യം. ആക്ഷേപകരമാണ്, അധിക്ഷേപകരമാണ്. ഭക്തിയോട്, വിശ്വാസികളോട് മിണ്ടാതിരിക്കുന്ന ദൈവത്തിന്റെ ഹിതമെന്ത്? ദേവഹിതം നോക്കുന്ന പതിവുണ്ട്. കൊല്ലുമ്പോ മിണ്ടാതിരിക്കുന്ന ദൈവത്തിന്റെ ഹിതമെന്ത്? ആരെങ്കിലും പറയൂ, ആരെങ്കിലും പറയൂ. താങ്കൾ ഏത് വിശ്വാസിയാ? കൊല്ലുമ്പോ മിണ്ടാതിരിക്കുന്ന ദൈവത്തിന്റെ ഹിതമെന്ത്? മിണ്ടാതിരിക്കുന്ന ദൈവത്തിന്റെ ഹിതമെന്ത്? ക്ഷേത്രത്തിലെ വെങ്കടാചലത്തിന്റെ ഉത്തരവാദിത്തം ഹാഷ്മി ഹാഷ്മി ഒരു പ്രധാന കാര്യമുണ്ട്. മിണ്ടാതിരിക്കുന്ന ദൈവത്തിന്റെ ഹിതമെന്ത്? ഇല്ലില്ല ഹാഷ്മി അത് ശ്രദ്ധിക്കണം. മിണ്ടാതിരിക്കുന്ന ദൈവത്തിന്റെ ഹിതമെന്ത്? പറയൂ, പറയൂ, ആരെങ്കിലും പറയൂ. ആന കൊല്ലുമ്പോ മിണ്ടാതിരിക്കുന്ന ദൈവത്തിന്റെ ഹിതമെന്ത്? ഞാൻ പറയാം സാർ, ഞാൻ പറയാം. എന്തായാലും ആനയില്ലാത്ത ഉത്സവ പറമ്പുകൾ നമുക്ക് സങ്കല്പിക്കാവുന്നതല്ല. ആനയില്ലാത്ത ഉത്സവ പറമ്പുകൾ നമുക്ക് സങ്കല്പിക്കാവുന്നതല്ല. പക്ഷേ അങ്ങനെ അങ്ങനെ ആന എഴുന്നള്ളിക്ക് ഇനിയെങ്കിലും ഇത്തരത്തിൽ ഈ സംഭവത്തിൽ വളരെ കൃത്യമായി ആ സംഘാടകരുടെ വീഴ്ച വളരെ വ്യക്തമാണ്. അതിന് വില കൊടുക്കേണ്ടി വന്നത് 2 വയോധികരടക്കം 3 ജീവനുകൾ വില കൊടുക്കേണ്ടി വന്നു. ഇനി അങ്ങനൊരു സംഭവം കേരളത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എനിക്കൊണ്ട് പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.